ഇന്ന് ഒരു ചോദ്യം കൊണ്ട് തുടങ്ങാതായിരിക്കും. നിങ്ങൾക്ക് ഖുറാൻ ഓതുമ്പോഴോ അല്ലെങ്കിൽ ഖുറാൻ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഖുറാനോട് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ തോന്നിയ സങ്കടം തോന്നിയ കരച്ചിൽ വരെ അങ്ങനെ ഒരു ഇടങ്ങാറ് ഫീൽ ചെയ്ത ഒരു സന്ദർഭം ആ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ എന്തായിട്ടുണ്ടോ? മുസ്തഫ പറയും. ഖുറാന് ശരിക്കും സത്യം പറഞ്ഞാൽ ഖുറാന് ഓരോ മൊമെന്റിലാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമുക്ക് കരഞ്ഞ് ഉള്ള അനുഭവങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് നോക്കുകയാണെങ്കിൽ അത് കുറേ മുമ്പും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവരുള്ളൂ. നമ്മൾ ഒരുപാട് കരയുക അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുക. പക്ഷെങ്കിൽ ചില ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്കൻഡിനൊക്കെ നമ്മൾ കരച്ചിലെന്ന് പറയാൻ പറ്റില്ല, അതിങ്ങനെ വന്നാട്ട് പോകും. അങ്ങനെയുള്ള മൊമെന്റ് ഉണ്ട് എൻ്റെ ഓർമ്മയിൽ. പഠിത്ത് അങ്ങനെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ഓർമ്മയിൽ കൃത്യമായിട്ടുള്ളൊരു ഇങ്ങനെ പതിച്ചു നിൽക്കുന്ന ഒരു സാധനം, ഞാനൊരു ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാധനം റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെഷന് വേണ്ടിയിട്ട് റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു യൂട്യൂബ് വീഡിയോ കണ്ട് ശ്രദ്ധയപ്പെട്ടു. ആ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് ഫലസ്തീനിലുള്ള കാഴ്ചകളൊന്നുമല്ല. ആ വീഡിയോയിൽ സവാഇദുൽ ഇഖാർ എന്നാണ് ഒരു ചാനലിൻ്റെ പേരാണ്. അതിൽ ലോകത്ത് അറിയപ്പെടുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ, മൊറിത്തേനിയ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള ഷെയ്ഖുമാർ ഒന്നിച്ചു കൂടിയിട്ട് അവർ സംഗമിക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലൊരു ഗസ്റ്റായിട്ട് റമദാൻ അബൂ ജസർ എന്ന് പറയുന്ന ഒരു കുട്ടി വന്നു. അപ്പോൾ ആ കുട്ടി, ഞാൻ ഈ റെഫറൻസ് എടുക്കുന്നത് ഫലസ്തീനിയാണ്. അപ്പോൾ ഓനെ അറിയപ്പെടുന്നത് സഫീറുൽ ഹുബ്ബ് എന്ന് അറിയപ്പെടുന്നത്, അതായത് സ്നേഹത്തിൻ്റെ അംബാസഡറായിട്ടാണ് അറിയപ്പെടുന്ന കുട്ടിയാണ്. ലോകത്ത് മൊത്തം സഞ്ചരിച്ച്, ഈ സഞ്ചാരമല്ല അങ്ങനെയല്ല, ലോകം മൊത്തം അങ്ങനെ അറിയപ്പെടുന്നതിന് അറിയണം ഫലസ്തീനിൻ്റെ ഒരു കുട്ടി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത, ഇവന് ഖുർആൻ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ ഖുർആൻ വെച്ചിട്ടാണ് ഇവൻ എന്ത് സംസാരിക്കുക. യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ അവന് ഈ യുദ്ധം കാരണം പോകാൻ പറ്റില്ല. കാരണം ഓൺലൈനിലാണ് ഇത് വരുന്നത്. അപ്പോൾ സ്ക്രീനിൽ, അപ്പോൾ ഈ സ്ക്രീനിൽ ആദ്യം ഇത് വിശദീകരിച്ചു. ഈ ഒരു സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഷെയ്ഖുമാരൊക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഈ ഒരു സിറ്റുവേഷൻ മൊത്തം അറിയാം. കുട്ടി സംസാരിക്കുമ്പോൾ തന്നെ കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറബി അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല എന്താ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കരച്ചിലുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. എന്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇത്രയും എല്ലാവരും കരയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടിയാണ്, പക്ഷെ ആ കുട്ടിയുടെ പ്രായത്തിനപ്പുറത്തേക്ക് അവൻ ഓരോ കാര്യം ഗസയിലെ സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഓരോന്ന് പറയുമ്പോൾ ഓരോ ആയത്തിനുണ്ട്. അപ്പം നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരുപാട് ആയത്തുകളുണ്ടാവും. ആ ആയത്തിനൊക്കെ അവൻ പറയുമ്പോൾ വേറൊരു അർത്ഥം ഇങ്ങനെ വരും. അതായത് തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ലോകത്തുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധം കട്ടായിപ്പോയി. എല്ലാവരുമായിട്ടുള്ള ബന്ധം ഒഴിവായി, പക്ഷെ അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. കറണ്ടില്ല, ആംബുലൻസ് ഇല്ല, ഒന്നുമില്ല, പക്ഷെ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനവൻ ആയത്ത് ധരിക്കുന്നു. അവരുടെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് പറയുമ്പോൾ ആയത്ത് ധരിക്കുന്നു. അത് വൃത്തിയിൽ പാരായണം ചെയ്യുന്നു. അപ്പോൾ അത് ഓരോ ആയത്തുള്ള നിലക്കല്ല, അതിങ്ങനെ മൊത്തം ആ ഒരു എപ്പിസോഡ് ഇങ്ങനെ കേട്ട് ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് ഉള്ളിലെവിടെ ഒരു എൻ്റെ ഓർമ്മയിൽ അതാണ്. ലാസ്റ്റ് അതാണ് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ആലോചിച്ച് ഉള്ളൊരു സംഭവം. അതുപോലെ ഒരു സെക്കൻഡ് അവിടെ പിന്നുള്ളതൊക്കെ സെക്കൻഡുകൾ 1-2 സെക്കൻഡുകൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് പോകും എന്നുള്ളതാണ്. കഴിഞ്ഞ പണ്ഡിത സഭ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ തുടങ്ങിയിട്ടാന്ന് തോന്നുന്നു. ഖത്തറിൽ വെച്ച് നടന്ന, അതെ, കർദാഗി പ്രസിഡന്റ്. അപ്പം അതിൽ മെയിൻ ഗസ്റ്റുകളായിട്ടുള്ളത് ഇസ്മായിൽ ഹനിയാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇസ്മായിൽ ഹനിയെ സംസാരിക്കുമ്പോൾ ഓരോ ആയത്തുകൾ പറയുമ്പോൾ ഫലസ്തീനെ കണ്ടിത്, ഗസനെ കണ്ടിത് പറയാണ്. മുമ്പിരിക്കുന്ന ഫുള്ളും പണ്ഡിതന്മാരാണ്. കാലാകാലങ്ങളായിട്ട് ഖുറാനിലും സുന്നത്ത് ഈ ഹദീസിലൊക്കെ ഭയങ്കര പാണ്ഡിത്യമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇസ്മായിൽ ഹനിയ ഓരോ ആയത്തുകൾ ഇങ്ങനെ പറയുമ്പോൾ പുതിയ അർത്ഥങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാർ കിട്ടുകയാണ്. ഈ പണ്ഡിതന്മാരൊക്കെ കരയാണ്, മുദ്രാവാക്കി വിളിക്കുകയാണ്. അതായത് പലസ്തീനികൾക്ക് ഇപ്പം ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓലത് വിഷയത്തിൽ അനുഭവം അനുഭവം മറിക്കണ്ടിട്ട് പലസ്തീൻ ഇട്ടായിരുന്നു രക്ഷപ്പെടാൻ നോക്കിയതാണ്. എന്താ വെച്ചാലേ, നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സാധനം പറയുമ്പോൾ ചിലപ്പോൾ ക്രിഞ്ചായി തോന്നും ബാക്കിയുള്ളവർക്ക്. അതിൻ്റെ ഒരു അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇമോഷണലി കണക്ട് ആവുക. അത് ഇപ്പോൾ സഫാമറിൽ ഏത് സ്വഭാവത്തിലാണ് നമുക്ക് ആയത്ത് കണക്ട് ആകത്തില്ല. ഇപ്പം ഏത് നിലയിലാണ് ആയത്ത് കണക്ട് ആയതൊന്നും ഇത് കണക്ട് ആയത് എത്ര അങ്ങോട്ട് വിവരിച്ച ഇംഗ്ലീഷ് അല്ല, അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരാക്കില്ലേ. അപ്പം അതായത് ഞാൻ ഒരു ദിവസം വെറുതെ ഒരു പള്ളിയിലിരിക്കുകയാണ്. അപ്പോൾ ഞമ്മക്കൊക്കെ എല്ലാവർക്കും ആലോചിച്ചാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ആയത്തുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ദിവസം ഒരാൾ, ഇത് എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരാൾ പെട്ടെന്ന് വന്നിട്ട് എന്നോട് വിളിച്ചു. ഞാൻ അറിയാം, ഖുർആൻ ഓതുന്നറിയാം. അപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഈ ഒരു ആയത്ത് എനിക്ക് ഓതി തരുമോ? സൂറത്തുൽ ബുറൂജിന്റെ അവസാന ഭാഗം,
സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗം ജസ്റ്റ് ആ ഭാഗം ഓതി തരാൻ വേണ്ടി പറയും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഓതുന്നതിന് അങ്ങനെ ഓതി കൊടുത്തു. അത് കൈ പിടിച്ചിട്ട് പെരും കരച്ചിൽ. അപ്പോൾ ഞാൻ ഓതുമ്പോൾ എനിക്ക് ഫീലിംഗ് ഇല്ല, ഞാൻ കരഞ്ഞിട്ടില്ല. മുമ്പ് ഒരുപാട് ആലോചിച്ചിട്ടുണ്ടെങ്കിലും അയാൾ അങ്ങനെ തന്നെ കരയുക. അപ്പം ഞാൻ അങ്ങനെ ഓതി കൊടുത്തു, ഞാൻ എണീച്ച് പോയി. എന്താ പറയേണ്ടത് അറിയില്ല, ഞാൻ എണീച്ച് പോയിട്ട് കുറേ ആലോചിച്ച് ഇയാളിപ്പോൾ എന്ത് കണക്ട് ചെയ്തിട്ടായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക, അവർക്കൊരു പ്രത്യേക നിമിഷവും മൊമെൻറ്റും ആലോചിച്ചിട്ടായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് അതാ ഇങ്ങനെ കരഞ്ഞ അനുഭവം പറയുമ്പോ കരയണ അങ്ങനെ വലിയ പ്രശ്നമൊന്നും കരഞ്ഞ അനുഭവമല്ല. രണ്ട് ആയത്തുകൾ എന്ത് ഒന്നിങ്ങനെ വല്ലാണ്ട് ഫീൽ ചെയ്ത് ടൈമിൽ കോളേജ് കഴിയാനാകുമ്പോൾ പർപ്പസ് എന്താണെന്ന് ആലോചന ഉണ്ടാവില്ല. എന്താ ഞാൻ ചെയ്യുക, എന്തിനാ ഇവിടെ അങ്ങനത്തെ കുറെ ഇടങ്ങാറാക്കിയോ അങ്ങനെ. അതാണ് സൂറത്ത് താഹ ഓതുന്നത്. സൂറത്ത് താഹ ഭയങ്കര മൂസാ നബിയെ എടുത്തതാണ്. അതിൽ മൂസാ നബി ഇങ്ങനെ പുറത്തതിന് അള്ളാൻ്റെ ചോദിക്കണ്ടല്ലോ, എനിക്ക് ഒറ്റക്ക് പോകാൻ പറ്റൂല, കൂടെ സഹോദരൻ ഹാറൂനെ തറാൻ അറിയണം. അള്ളാഹ് അറിയാം, ആയിക്കോട്ടെ എനിക്ക് തന്ന് അതൊക്കെ വനക്കത് മനന്ന അലയിക്ക ആറ്റങ്ങനെ വരുന്നത് ഷീബ്. അതെ കാലക്കത് ഊത്തീത്ത സുലക്കയാ മൂസ, എനിക്ക് ചോദിച്ചതാണ് തന്ന്. എന്നിട്ട് അള്ള ഇങ്ങനെ പറയാണ് അതൊക്കത് മനന്ന അലയിക്ക മാത്രം, ഇതിന് മുമ്പ് ഞാൻ കുറെ തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ള ഇങ്ങനെ വിശദീകരിക്കേണ്ടതാണ് മൂസാ നബീൻ്റെ ഓരോ കഥകൾ ചെറുപ്പം മുതൽ ഇങ്ങനെ പറയാണ്. ഏത് ഈവൻ പെട്ടിയിൽ വൈകിയത് മുതൽ ഒക്കെ കഷ്ടപ്പാട് ശരിക്കും ഒരു സെൻസിൽ വെക്കുകയാണെങ്കിൽ. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അല്ല അനക്കെന്ന അനുഗ്രഹമായിട്ട് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അള്ള പറയാണ് ഒസ്തനാഴ്ത്തൊക്കെ നഫ്സി. ഇതൊക്കെ എന്തിനാ കൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തിരിക്കുക, എനിക്ക് ഈ കഷ്ടപ്പാടുന്നൊക്കെ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഒസ്തനാക്കലി നഫ്സി, എനിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. മുഹമ്മദ് ഇപ്പം ഞാൻ കോളേജിൽ അവസ്ഥ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്കൊന്നിൻ്റെ ഒന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉറക്കുന്ന ടൈമിൽ മുതൽ ഞാൻ ഈ ഒരു അറ്റ്മോസ്ഫിയറാണ്, ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറാണ്. അൽഹംദുലില്ലാ. അത് 7ാം ക്ലാസ് മുതൽ ഞാൻ ഖുർആൻ പഠിക്കുന്ന പോയിട്ടുണ്ട്. 10ാം ക്ലാസ് ഇസ്ലാമിക് കോളേജിലാണ് പഠിക്കുന്നത്. ഇവൻ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടുള്ള മൊത്തം അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരു ഇസ്ലാമിക അന്തരീക്ഷമാണ്. ഖുർആനോട് ചേർന്ന അന്തരീക്ഷം. അപ്പം എൻ്റെ നമ്മളെ ഏകദേശം അല്ലേ. അപ്പം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയത് വസ്തനത്തുകൾ നഫ്സി, വെറുതെ അങ്ങോട്ട് ആയെന്നല്ല. ഈ ആയത്ത് അല്ലാണ്ട് കരഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇതാണ് സാധനം കരനായത്തിന് കരനായത്ത് കോളേജ് പഠിക്കുമ്പോൾ തന്നെ അതും നിസ്കാരത്തിനാണ്. നിസ്കാരത്തിൽ ഫസ്റ്റ് ഇയർ ഞാൻ ഫൈനൽ ഇയറാണ്. ഫസ്റ്റ് ഇയർ ഖുർആനും അതുകൊണ്ട് വീരാണ് പറയുന്നത്. സുഹൃത്ത് ലുഹ ഓതി. അപ്പോൾ സുഹൃത്ത് ലുഹ എന്ന് പറഞ്ഞാൽ ഞാനെങ്കിൽ ഇങ്ങനെ അതിൻ്റെ കുറേ തഫ്സീറൊക്കെ വായിച്ചിട്ട് എനിക്ക് അവസാനത്തെ സുഹൃത്തുള്ള തഫ്സീർ ഇങ്ങനെ വായിച്ചു. ലുഹൻ്റെ ഓൾറെഡി അടുത്ത് എനിക്ക് വായിച്ചു നോക്കിയതാണ് ഈ ബയ്യന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ട് നുമാൻ അലിഖാൻ ചെയ്യുന്ന. അപ്പം അതിലൊക്കെ സുഹൃത്ത് ലുഹ കേട്ടി. പക്ഷെ ഇവന് ഖുർആൻ ഓതിയപ്പോൾ വല്ലാണ്ട് കണക്റ്റായി. അതായത് മാ വത്താക്ക റബ്ബുക്ക വമാ കല, അതായത് ആകെ ചടച്ചിട്ട് എന്താ ചെയ്യുക, ഹെൽപ്പ് ആരാളുടെ ഒരു ഓപ്ഷന് മുമ്പില്ല. അതായത് ബ്ലാങ്കായി കിടക്കുകയാണ്. അപ്പം എന്താ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ മാ വത്താക്ക റബ്ബുക്ക വമാ കല, അതൊന്നും ഒറ്റപ്പെടുത്തിയിട്ടില്ല. റബ്ബുക്ക ചേർത്ത് റബ്ബിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. വമാ കല വെറുതെ വിട്ടിട്ടില്ല. അല്ലാഹിറത്തു ഹൈറുല്ലക്കൂല, ഇതിനേക്കാൾ നല്ലത് എനിക്ക് അപ്പം കിട്ടും. അതുണ്ടാവും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അതായത് എനിക്ക് ആ സ്പോട്ടിൽ വിചാരിച്ച എന്താ വെച്ചാൽ അപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് ഇറക്കുകയാണ്. അതായത് ക്രിഞ്ചായിട്ടോ ആ സെൻസിലെടുത്ത് ക്രിഞ്ചാണ്. പക്ഷെ അങ്ങനല്ല. അതായത് അപ്പം എന്താ അതായത് നിസ്കാരം പറയുമ്പോൾ എന്താണ് മുനാജ അള്ളാഹുമായിട്ടുള്ള സംഭാഷണം. അന്നിൻ്റെ അടുത്ത് പറയാണെന്ത് എൻ്റെ ഇതെന്തൊരു പേടിക്കുന്ന എന്നെ വിട്ടിട്ടില്ല, അതിനേക്കാൾ നല്ലത് തരും. അപ്പം നമുക്ക് കിട്ടുന്നൊരു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊരു സാധനമുണ്ട്, ഒരു ബിസിനസ് ഐഡിയ ആണ്. അതായത് ആളുകൾക്ക് എന്ത് പ്രശ്നം വന്നാലും, ഇപ്പം മനസ്സിലൊരു സങ്കടം വന്നു, പെട്ടെന്ന് ഒരാൾക്കൊരു വിഷമം വന്നു, ഒരാൾ ഉപദ്രവിച്ചു, എന്ത് കടബാധ്യത, എന്ത് പ്രശ്നം വന്നാലും പുതിയൊരു ബിസിനസ് ഐഡിയ. ഒരു ബോക്സിൽ റാൻഡം ആയിട്ടുള്ള ആയത്തുകൾ എഴുതിയിട്ടു ഇങ്ങനെ ഇട്ടിട്ട് എല്ലാ ആയത്തുകളും കൂട്ടിയിട്ട് ഒരു പെട്ടിയിൽ. അപ്പൊ ഈ വ്യക്തി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വന്നു, സങ്കടം വന്നു, ഇയാൾ ഒരു പേജ് എടുക്കുക, എന്നിട്ട് തുറക്കുക. ഏതായത്ത് എടുത്താലും ഉണ്ട് സങ്കടം. വിശുദ്ധ ഖുർആനിൽ ഏതായത്തും മനസ്സിൽ തട്ടി ഭയങ്കര രസമാണ്. ഞാനത് റീലിരുന്ന് ഫുള്ള് കണ്ടു. അതായത് ഏതൊക്കെ ആയത്തുകളാണ് വരുന്നത് നോക്കി. അപ്പൊ സത്യം പറഞ്ഞാൽ ഏതായത്ത് നമ്മളെ മനസ്സിലേക്ക് പതിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറും. ഇപ്പോഴും ആഡ് വരുന്ന സാധനമാണ്. അതെ അതെ, എന്നാൽ ആലോചിച്ചു നല്ല പരിപാടിയാണല്ലോ.
ഞാൻ കാരണം സംഭവം പറയുമ്പോൾ ഞാൻ ആഫിളായ ടൈമിലാണ്. ആഫിളായ ടൈമിൽ അതായത് നമ്മളെ ആഫിള ഞാൻ 1.5 വർഷം കൊണ്ട് ആഫിള അലഹമില്ല. ഈ ആഫിളാകുമ്പോൾ നമ്മൾ അർത്ഥവും കാര്യങ്ങളൊന്നും പഠിക്കില്ലല്ലോ. ഞാൻ പഠിച്ച് തീർക്കുക, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മളെ പിള്ളേരൊപ്പം, നമ്മളൊപ്പം ഉള്ളവരോടൊപ്പം. അത് അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഈ 1.5 വർഷം കൊണ്ട് തീർക്കുന്ന സമയത്ത് നമ്മളെ ആഫിള അവരുടെ ഭാഗം പറഞ്ഞാൽ സൂറ ജാസിയയിലെ ലാസ്റ്റ് ഭാഗം, അതായത് വൈദാത്തയിൽ ഇന്ന വാദമായി തുടങ്ങിയിട്ട് അതിൽ നമ്മളെ ജാസിയ ലാസ്റ്റ് ജാത്തിയ ലാസ്റ്റ്. അങ്ങനെ ജാസിയൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ആയത്തുണ്ട്, വലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർളി റബ്ബിൽ ആലമീൻ വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വഹുവൽ അസീസുൽ ഹക്കീം. ലാസ്റ്റ് നമ്മൾ ഖുർആന് പഠിച്ച് കഴിയാണ് എങ്ങനെ വലില്ലാഹിൽ ഹംദ്, എന്നോട് ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹിനോട് നമ്മൾ ശുക്ർ ചെയ്തിട്ട് നമ്മൾ അവസാനത്തെ ആയത്തും കൂടി ഉച്ചരിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോഴൊന്നും എനിക്ക് കരച്ചിലല്ല. ഇനി ഈ സ്റ്റേജ് നമുക്ക് ഇങ്ങനെ എന്താണ് ആദരിക്കാൻ വരുമല്ലോ, ഉമ്മ സ്റ്റേജ് നമുക്ക് അങ്ങനെ ചടങ്ങുണ്ട്. ഏത് ലാസ്റ്റ് ഓത്തിന് പരിപാടി ഉണ്ടാവും അന്ന്, അങ്ങനെയാണ് ലാസ്റ്റ് പാഠം കൊടുക്കുമ്പോൾ. നേരത്തെ ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സെറിമണിയിൽ ഒന്നുകൂടി അവസാനത്തെ ഭാഗം ആ സമയത്ത് എങ്ങനെയാണ് ആ കാഫ് എന്ന് പറഞ്ഞത്, ആ ഭാഗം ഓദ്യത്തെ കാഫാണ്. അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ വന്ന് കെട്ടിപ്പിടിക്കും. അതിൽ വാപ്പ വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മക്കും, അതെല്ലാവരും വന്ന് നോക്കും. അതിൽ ഉമ്മ അങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ ഇങ്ങനെ കയറിയാൽ ഇച്ചി ലാസ്റ്റ് എന്ത് ഓതിയ കഴിക്കുക, ഇത് പടച്ചവനോട് അമ്മത് അൽഹംദുലില്ലാ അങ്ങനെ എന്താണ് നീതി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ അന്ന് ആലോചിച്ചിട്ട് ഇന്നൊക്കെ ആലോചിച്ചിട്ട് ഇന്നും സങ്കടം വരും. കാരണം പടച്ചവനോട് ശുക്ർ ചെയ്തിട്ടാണ് ഞാൻ ഹാപ്പിൾ ആയത് എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ വേറൊരു സംഭവമുണ്ട്, അത് ഈ തോന്നുന്നു എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു രീതി. അതായത് ഏതൊരു ശേഷിനോട് എന്താണ് ചോദിക്കുമല്ലോ, എങ്ങനെ എപ്പോഴാണ് നമ്മൾ സത്യവിശ്വാസിയാണെന്ന് നമുക്കറിയാം, തെക്കുള്ള മനുഷ്യനാണ് എപ്പോഴറിയാം. അപ്പോൾ ഈ ശേഷ് തിരിച്ചു വരണ്ടല്ലോ, അത് പടച്ചോൻ ഖുർആൻ തന്നെ പറഞ്ഞിരിക്കണല്ലോ, എന്ത് ഇന്നമിനോനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാണ്. അതായത് മുഅ്മിനായൊക്കെ എങ്ങനെ അറിയാം, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, അവൻ്റെ ഹൃദയം നടുങ്ങും, അവൻ്റെ ഹൃദയം പേടിക്കുന്നതാണ്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അവൻ്റെ ഈമാൻ ഓരോ അള്ളാഹിൻ്റെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോഴും ഓൻ്റെ ഈമാൻ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്ന. ഇത് കേട്ടിട്ട് ഈ ശേഷി ഇരുന്ന് കരയുന്നുണ്ട്, പൊട്ടി കരയുക. എന്നിട്ട് ഈ ആരാകണ്ട ഇല്ലാതായി. അതുകൊണ്ട് എനിക്ക് ഏതൊരു നിമിഷത്തിലും എൻ്റെ മനസ്സിൽ കയറി ആരെങ്കിലും കരയണ കണ്ടാൽ ഈ ഫജർത്തെ സുഹൃത്ത് ഫജർത്തെ അവസാനത്തെ ഭാഗം ഉണ്ടല്ലോ, അതിൽ യൂട്യൂബിൽ ഭയങ്കര ഒത്തുണ്ട്. കേട്ടാ കരച്ചിലായിരുന്നു. ഇങ്ങനെ ഓതുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട് ഇങ്ങനെ. അതായത് ആൾക്കാരെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടാണ്. ഇപ്പോൾ ജഹന്നം എന്നുള്ള വാക്കറിയാം, നാറ് എന്നുള്ള വാക്കറിയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാക്കുകൾ അറിയെങ്കിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഷെരീഫിൻ്റെ ഉമ്മ ഹംദ് കണക്ട് ചെയ്ത് അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ ഈ കുനൂത്തിനൊക്കെ നമ്മളിങ്ങനെ കുനൂത്ത് ഇമാമായി നിൽക്കുമ്പോഴൊക്കെ കുനൂത്ത് ഊതുമ്പോൾ ആൾക്കാരിങ്ങനെ ബാക്കിൽ തറാവിക്കൊക്കെ എന്താ മൗനമായി നിൽക്കുമ്പോൾ ആമീൻ ആമീൻ പറയും. നമ്മൾ ഫലസ്തീനെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആമീന്റെ സൗണ്ട് ഇടും, ആമീൻ പറയും. അപ്പോൾ ഒരാൾ വന്നിട്ടാണ് ആകെ മനസ്സിലായത് ഫലസ്തീൻ അള്ളാഹുദിൽ മസ്ജിദുൽ അഖ്സ എന്നൊക്കെ കേട്ടപ്പോൾ മസ്ജിദുൽ അഖ്സയാണല്ലോ, അപ്പൊ ഒന്ന് ആമിയ ഓരോന്ന് അനുഭവം വയസ്സന്മാര്. അല്ല അത്രേ ഉള്ളൂ. ഈ പ്രത്യേകിച്ച് ഖിയാമുല്ലയിലൊക്കെ ആകുമ്പോൾ കറക്റ്റ് അങ്ങനെ ചില പള്ളിയിലൊക്കെ ഇപ്പോ എന്താ ജഹന്നം ഞാറ് ജന്ന അതൊക്കെ വരുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അത് അതിനെ കുറിച്ചാണല്ലോ. ഈത്തക്കും പിന്നെ തന്നെയാണ് എന്നോട് വന്നിങ്ങനെ പറയുന്നുണ്ട്. ഏത് അന്ന് ഞാൻ ഏതാ അള്ളാഹു മിനന്നാർന്ന് പറയാൻ പ്രാർത്ഥന ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ ആൾക്കാർക്ക് അറിയുന്നതാണ്. അത് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നും ആർക്കും അറിയുണ്ടാവില്ല. എന്നിട്ട് വന്നിട്ട് പറയും ഇത്തക്കും മിനന്നാർ പറഞ്ഞില്ലല്ലോ അറിയാം. ആൾക്കാർക്ക് കണ്ടേ പറ്റുമ്പോൾ ഞാനിപ്പോഴത്തെ ഇങ്ങനെ കോഴിക്കോട് നിന്ന് പുരേക്ക് പോവാം. എനിക്കിങ്ങനെ മൈൻഡ് ആകെ ഡിസ്റ്റർബായിട്ട് ഇങ്ങനെ ഇരിക്കുക. ബസ്സിലൊറ്റയ്ക്ക് രാത്രിയാണ്, ബസ്സിൽ വലിയ തിരക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറാകുമ്പോൾ ഞാൻ ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് എന്തെങ്കിലും നല്ല കിറാത്ത് ഉണ്ടാവുന്നൊക്കെ വെച്ചിട്ട് കുറച്ച് പേർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും. അങ്ങനെ അന്നൊരുത്തിന് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് കുറേ കിറാത്തുകൾ അയച്ചു യൂട്യൂബിൽ. പിന്നെ ഓരോന്നും ഇങ്ങനെ വെറുതെ അയച്ചെന്നില്ല റാൻഡമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഹൈതമദ് ദുഹൈൻ്റെ ഒരു കിറാത്ത് ഈ ത്വാഹയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ സാധാ പോലെ ഞാൻ ഇങ്ങനെ കേട്ട് ഇയർഫോണും കുത്തി ഇങ്ങനെ കേൾക്കുകയാണ്. കേട്ട് ത്വാഹയിൽ ഏകദേശം ഈ പറഞ്ഞ ഭാഗം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മറ്റേ വൈകുന്നേരം ആ ഭാഗം, അതായത് മൊത്തം ഓഡിയൻ്റെ ഒരു 11 മിനിറ്റ് ഒക്കെ എത്തിയപ്പോൾ
ഐത്തമത്തുകന്റെ ഒപ്പൂത്ത് ഇട്ടാൽ ഒരു ഇങ്ങനെ 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 ഇവിടൊക്കെ കൊള്ള കറക്റ്റ് ഇവിടെ കൊള്ള അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടങ്ങാറാവും. ഞാൻ ഒന്നാമതേ മെന്റലി ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇതാ കേൾക്കുന്നു നിങ്ങളെ ജീവിതത്തിന്റെ ഇടുക്കത്തിന് കാരണം എന്താ ഇന്നെ കുറിച്ചുള്ള ദിക്കറില്ലാത്തതാണ്. ആണ്ട് കേട്ടോട് കൂടിയിട്ട് ആകെ കൊട്ടി പോയി. ഞാൻ എന്നിട്ട് നോക്കുമ്പോ അപ്പാണെങ്കിൽ ബസ് സ്റ്റോപ്പ് എത്തുകയും ചെയ്തു. അവൻ ഞാൻ അവിടെ ഇറങ്ങണമല്ലോ. ഇറങ്ങിയിട്ട് ഞാൻ 5 വണ്ടിക്ക് 5 പിക്ക് ചെയ്യാൻ വരും. അപ്പൊ 5 വണ്ടി കാത്തിക്കുക. എന്നിട്ട് ബസ് സ്റ്റോപ്പ് പറഞ്ഞാല് ഫുള്ള് ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും മുമ്പിലും ഇങ്ങനെ കരയാൻ ആണം കെട്ട് ആൾക്കാർ ഇങ്ങനെ നോക്കുക. ഞാൻ ഇങ്ങനെ ഇയർഫോൺ വെച്ചിട്ട് വണ്ടി വരുമ്പോൾ നമ്മൾ ഇയർഫോൺ വെച്ചിട്ട്, അതായത് ഒരു ഇയർഫോൺ വെച്ചിട്ടാണ് കേൾക്കുകയാണെങ്കിൽ കേൾക്കുക, രണ്ടു വെക്കാൻ പേടിയാണ്. എന്തെങ്കിലും പറ്റുമോ ഒരു ഇയർഫോൺ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വണ്ടി പോകുമ്പോൾ പ്രത്യേക രസമാണ് അത് കേട്ടിട്ട് ഇങ്ങനെ പോകാം. ഇന്ന് കോമഡി ഉണ്ടായി. ഞാൻ വരുമ്പോൾ ഒരു സാധനം ഇങ്ങനെ കേട്ട് വന്നിട്ട് വഴി തെറ്റി ഞാൻ അതല്ല ഇവിടെ പോയി. ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് ചരിത്രവും ഇത് ദാവത്തുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ ഇത് കേട്ടിട്ട് നമ്മളിങ്ങനെ അതിലിങ്ങനെ അലിഞ്ഞു പോകും. അത് രസമാണ്. ചില ആൾക്കാരുടെ പ്രഭാഷണം എവിടെയോ വഴി തെറ്റുക വേറെ കാര്യം. അതല്ലേ ഓത്തിപ്പം ഭയങ്കര പുതിയൊരാളല്ല, സോറി, ഹർമത്ത് ഇമാമാണ്. പക്ഷെ ഞാൻ ഇത്രയും കാലം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു മൂപ്പരുടെ ഖിറാത്ത്. വൈജാൻ എന്നാണെന്ന് തോന്നുന്ന പേര്. പക്ഷെ ഞാൻ പേരിനപ്പുറത്തേക്ക് ഞാനിപ്പോൾ സ്ഥിരം അതാ കേൾക്കൽ. മൂപ്പരുടെ ഖിറാത്ത് മാത്രം ഇപ്പോൾ കേൾക്കൽ. എന്ന് ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിലിട്ടാ ഖിറാത്ത്. പേര് എനിക്ക് കറക്റ്റ് ഫുൾ ഓർമ്മയില്ല മൂപ്പരുടെ പേര്. പക്ഷെങ്കിൽ ഈ ഒരു ഇമാം സുദൈസിന്റെ ഒരു പുതിയ പതിപ്പ്, പുതിയ റെക്കോർഡ് ചെയ്ത് വൃത്തിയിൽ എങ്ങനെയാണോ സുദൈസിന്റെ ഇപ്പോൾ ഫുൾ റെക്കോർഡിംഗ് ഒക്കെ ഒരു എന്താ പറയുക പഴയ റെക്കോർഡിംഗ് ആണ്. നിസ്കാരത്തിലുള്ള അതൊന്നും കൂടി ഒരു സെറ്റപ്പ് ആയിട്ടുള്ളൊരു പോത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുതിയൊരു കണ്ടുപിടിച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. പേരെനിക്കറിയില്ല. അപ്പം ഹാഫിൽ മറ്റേ കിതാബ് കൊടുക്കുന്നവരാണ്. അതിന് മൂപ്പര് ഇതാ കണ്ടെത്തുമ്പോ അമ്മാവനൂത്തിയ കിതാബ് ബിഷിമാലി അതിന് ഓരോന്ന് പറയുന്നുണ്ട്. എനിക്ക് ഈ കൊതു ഫൗലു എന്നിട്ട് ആറ്റുണ്ടല്ലോ പിച്ചങ്ങനെ രഹസ്യ കിടാനുള്ള മലക്കൾക്ക് ഇനി കൊതു എന്നിട്ട് മൂപ്പർ നിർത്തും കുട്ടിക്ക് അങ്ങനെ അർത്ഥം ഇങ്ങനെ അറിയുന്നാണ്ട് കുട്ടിക്ക് ഫൗലു പിന്നെ മൂപ്പര് അത് റിപ്പീറ്റ് ചെയ്യാം 3 വട്ടം കൊതു. അത് ആ നരകത്തിന് പറ്റില്ല ടെറുണ്ടല്ലോ കറക്റ്റ് ഇമേജ് വീണിച്ചേക്കുന്ന ഇമേജ് നമ്മുടെ മൈൻഡിലിട്ട് ഓതുമ്പോ ചില ഇപ്പൊ നേരത്തെ കാര്യങ്ങൾ ഭയങ്കര സംഭവം. എനിക്ക് തോന്നിയ സാധനം ഞമ്മക്കിപ്പോ അതൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വെറുതെ ചോദിക്കാട്ടോ. അതായത് റാൻഡം ക്വസ്റ്റ്യൻ ആണ്, മാറട്ടോ. എനിക്ക് നബി റിഫായി ആണ് കുറേ കാലം ഞാൻ അസാധ്യമായിട്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആരെയും അംഗീകരിക്കാൻ കഴിയില്ല. നബി റിഫായി അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അത് മാറും പെട്ടെന്നാണ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും അയച്ചു തരുമ്പോൾ നമ്മള് പുതിയ ആളെ ഞാനൊക്കെ എത്രയോ കാലം മിഷാരി ഇനി റീൽ ഇപ്പം കൊറേ വരുന്നോണ്ട് ആ ഓത്തിങ്ങ നോക്കി അങ്ങനെ പറയുന്നത്. പണ്ടൊക്കെ ഞാൻ കേട്ടിരുന്നു മിഷാരി അല്ല ഫാസിം സുദൈസ് വരെ, പിന്നെ അഹമ്മദ് നുഫൈസ് ഷാവി വരൊക്കെ. ഇപ്പോഴാണ് കുറച്ചുകൂടി ഹൈതമദ് ദുഖൈന് പഠിക്കുവാണ് അബ്ദുൽ ബാസരി, പിന്നെ അബ്ദുൽ ബാസിന്റെ സുഹൃത്തു പിന്നെ ഇത് ഹസാൽ ബലൂഷിനെ കേൾക്കലില്ല. ഒരു ഇങ്ങനെ ഭയങ്കര ഒരു സിമ്പിളാണ്, ഭയങ്കര സ്ലോ, ഇങ്ങനെ ഭയങ്കര ഹൈപ്പിച്ചൊന്നുമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ. അബ്ദുൾ റഷീദ് സൂഫി ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും ലോഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഖിറാത്ത് എടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് ഉറങ്ങണ്ടിട്ട് അല്ല ഖിറാത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്ത് പണ്ട് മുതലുള്ള മക്കാമാത്ത് കണ്ടിട്ട് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പൂജയാണ്. നല്ല നിങ്ങൾ 3 നാളാണ് എനിക്ക് ഒരേ പറ്റൂല. അപ്പം അത് പറഞ്ഞു തുടക്കം സന്ധ്യയാണ് മക്കാമാത്ത് എന്ന് പറയും. മക്കാമാത്ത് എന്ന് പറഞ്ഞാല് ശരിക്കും മക്കാമാത്ത് എന്ന് പറഞ്ഞാല് ഖുർആൻ ഇറക്കപ്പെട്ട് പറഞ്ഞ സാധനം അല്ല, മറിച്ച് ട്യൂണാണ് മക്കാമാത്ത് എന്ന് പറഞ്ഞാല്. അതായത് സ്ഥാനം, അത് ഓരോ ആയത്തിനുള്ള ഓരോരോ മെലഡികൾ, ഓരോ അർത്ഥ ആശയങ്ങൾ വരുമ്പോണ്ടാകുന്ന ആ സ്ഥലത്ത് കൊണ്ട് മെലഡി. ഇപ്പൊ നമ്മള് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു മക്കാമാത്ത് വെച്ചിട്ട് പോകുന്ന ആൾക്കാർ ഈ ബാങ്കിനുള്ളതും രണ്ടിലും ബാങ്കിന് മാത്രമല്ല, ഈവൻ കവിതകൾക്ക് പോലും ഇപ്പൊ കാലാൽ ബഹദൂർ അലയിൽ അതൊക്കെ ഓരോ മക്കാമാത്തുകളാണ്. അപ്പൊ ഈ മക്കാമാത്ത് പഠിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ സൈറ്റുകൾ. ബക്കീറിന്റെ ഒരു കീട്ടില ഈ മറ്റേ ഉമാൻ അലിഖാന്റെ പോലെ സിറ്റിംഗ് 7 എപ്പിസോഡായിട്ടുള്ള 8 എപ്പിസോഡ് 8 മക്കാമാത്ത്. അതിന് ഉമാൻ അലിഖാന് നമ്മളെ ഷഹീനെടുത്തനാട്ടിയല്ലേ അവിടെ അത് മൂപ്പര് ഒരു ഇന്റർനാഷണൽ ഖുർആൻ സ്റ്റേഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയി. ഒരു ദിവസം കണ്ടപ്പോൾ മൂപ്പര് ഇങ്ങനെ കുറെ സംസാരിച്ച് അതിന് മൂപ്പര് ഫുള്ള് മൂപ്പരെ ഖിറാത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മക്കാമാത്തിന്
മുമ്പ് പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പഠിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. മുമ്പ് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാണ് ഇത്. അപ്പൊ അന്ന് കുറെ റിസർച്ച് ചെയ്തു. ഇതപ്പോൾ പ്രശ്നം വെച്ചാൽ സങ്കടവും പേടിയൊക്കെ വരുന്ന മക്കാമത്തിനും ജഹന്നം അതെടുത്തിരിക്കുന്ന സ്വർഗത്തിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല. സ്വർഗത്തിൽ നമ്മള് കൊറേ ഖുറാൻ കേൾക്കുന്നവര് മക്കാമാത്ത് ഫോളോ ചെയ്യുന്നവരുണ്ടോ? കരച്ചിൽ വരുമ്പോ ഇപ്പൊ മിഷാരി അലഫാസിനെ കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൂഡ് മാറുന്നു. അപ്പൊ അത് കേട്ട് 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 ഇപ്പൊ അമ്മ സൂറത്ത് നബോധയായിരിക്കാം. നബോധം ഇങ്ങനെ ഇന്നലിൽ മുത്തഖീന മഫാദത്തുമ്പോ ടൂണാണ്ട് മാറും. നമ്മളതേപോലെ ഓതും ചിലപ്പോ. അത് ഇവരൊക്കെ മക്കാമാത്ത് വെച്ച് കറിയിൽ ഓതുന്നത്. ഇവിടെ കളിക്കുന്ന ഒരു ടൂണാണ്, ടൂണ് വെച്ചിട്ടാണ് കളിക്കല്. ഇതിവിടെ അതിൽ ഈ മക്കാമത്ത് വെച്ച ചില ആൾക്കാർക്കൊക്കെ അള്ള കൊടുക്കുന്ന ഒരു ഇതാണ്, ഒരു റഹ്മത്ത് നിയമത്തായിട്ട് ഇമാം ബഷീർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സംശയം ചോദിക്കും. കുറേ ആൾക്കാരുണ്ടല്ലോ ഒന്നും മക്കാമത്ത് പഠിച്ചിട്ടില്ല, പക്ഷെ കറക്റ്റ് ജഹന്നമ അങ്ങനത്തെ വാക്കത്ത് പോലെ സൗണ്ട് താഴുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി എങ്ങനെ മക്കാമത്ത് എത്തുന്നതെന്ന് ചോദിക്കും. പറയുന്നത് വെച്ചാൽ അള്ള കൊടുക്കുന്നൊരു റഹ്മത്താണ്. അത് ചില കാര്യങ്ങൾക്ക് അങ്ങനെ ഓതി വന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കൾക്ക് തിരിയും. ആ സ്ഥലത്തെത്തുമ്പോൾ ഇവിടെ എന്തോന്ന് കുറക്കണം എന്നുള്ളത് അള്ളാൻ്റെ ഇടപെടുക എന്നിട്ട് പറയുന്നുണ്ട്. പൊതുവെ 8 മക്കാം, പെട്ടെന്ന് അറിയാം, ഒരു 8 മക്കാമാത്താണ് ഉള്ളത്. ഈ മക്കാമാത്ത് പെട്ടെന്ന് വിശദീകരിച്ചു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഒന്ന് മക്കാമു സീക്ക എന്ന് പറയും. മക്കാമു സീക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിനും കൂടി ഒറ്റ പേരിൽ സബോസിനിയ എന്തൊരു സംഭവം ഉണ്ട്, സംഭവമുണ്ട്. ഇപ്പൊ ഈ ഹുസലാത്തിൻ ക്യൂൾ എന്നൊക്കെ അത് മൊത്തത്തിൽ പഠിക്കാൻ വേണ്ടിട്ട് എന്തൊരു അത് നോക്കി പറയാം. ഒന്ന് മക്കാമു സീക്ക, അതിന് പറയുന്നത് ഈ താലൽ ബദ്റുൻ ചെയ്യണം. താല അൽ ബദ്ർ ഭയങ്കര ഓന്താണ്, അങ്ങനെ ഓത്ത് വരും. പക്ഷേ ഞാൻ ഇത് കേട്ടാണ്. രണ്ടാമത് നമുക്ക് വലിയ ധാരണയില്ല. മക്കാമു ബയാത്തി എന്നറിയും. ഇതെന്തിനാ ഈ മക്കാമ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്റ്റാർട്ടിങ്ങാണ്. അതായത് ഒരു കാര്യം വിശദീകരിക്കുമ്പോഴുള്ള, അതായത് ജഹന്നമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നോർമലായിട്ടുള്ള കുറേ ആയത്തുകൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ നിയമങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകൾ. അങ്ങനത്തെ ആയത്തുകൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന മക്കാമാണ് മക്കാമു ബയാത്തി. മൂന്നാമത്തെ മക്കാമു സബ. ഇതിനൊക്കെ ഓരോ റീജിയൻസും ഇല്ല, അതിന്റെ ഒരു ഒറിജിൻ എവിടെ നിന്നൊക്കെയാണ്. ഇത് കുറച്ചുകൂടി വലിയ പഠനാണ്, കുറേ പഠിക്കുന്നത്. ആയത് ജസ്റ്റ് ആ മക്കാ പോട്ടെ, ഇത് ഖിറാഅത്തിലേക്ക് എത്തുമ്പോഴല്ലേ ബാങ്കിൽ പോലും ഈ ഭയങ്കര വർക്ക് ചെയ്യുന്നത്. അതായത് മഗ്രിബിന് ഒരിക്കലും നമ്മളിത് സുബൈക്ക് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ദുഹറിനും അസറിനും കൊടുക്കുന്ന പോലെ ഒരിക്കലും മഗ്രിബിന് കൊടുക്കാൻ പറ്റില്ല. അസറിന്റെ സമയം എന്ന് പറഞ്ഞാൽ പ്രത്യേക വേറൊരു എപ്പിസോഡ് ചെയ്യാനുള്ള ചെയ്യാറ്. ആ മക്കാമത്ത് വായിക്കാൻ ജസ്റ്റ് പേരെ അറിയുന്നുള്ളൂ ഇതെന്തിനാന്നുള്ളത്. മൂന്നാമത്തെ മക്കാമു സബ, ഈ സാഡ് വിഷമങ്ങളായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ. നാലാമത്തത് മക്കാമു റസ്ത്. ഇത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. മക്കാം റസ്ത് പൊതുവെ ഹറമിലുള്ള മക്കാമു റസ്താണ് നമ്മളെല്ലാവരും എടുക്കുന്നതാണ്. കാരണം എല്ലായിടത്തും ന്യൂട്രൽ ആയിരിക്കും, എല്ലാ ഭാഗത്തും ഒരുപോലെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇന്ന ലിൽമുത്തഖീന മഫാസ ഹദായിഖ വഅനാബ. സുദൈസിൻ ഷുറൈമൊക്കെയാണ് ഇതിലെ ആൾക്കാർ. മെയിനായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ നമ്മൾ വിചാരിക്കും എന്താ അറമില് വെറൈറ്റി. അറമിൽ ഈ ഗറാത്ത് മൊത്തത്തിൽ ഒരു തന്നെ എടുക്കുള്ളൂ. പിന്നത് മക്കാമു അജം എന്ന് പറയും, ഹാപ്പിനെസ്, അതായത് സന്തോഷം. മക്കാമു അജം പറയാനുള്ള വെച്ചാൽ ഏറ്റവും കൂടുതൽ കൂടെ പിടിക്കുന്ന ആൾക്കാരെ അറിയാം. നമ്മൾ ഇന്തോനേഷ്യക്കാർ പഠിക്കുന്ന കൂടെ പിടിക്കുന്ന ആൾക്കാർ. ബേസിക്കലി പറയുകയാണെങ്കിൽ മക്കാമത്ത് ഏറ്റവും കൂടുതൽ കൂടെ പിടിക്കുന്ന ആൾക്കാരെ ഇന്തോനേഷ്യക്കാർ. നമ്മളിപ്പോൾ എത്ര റീലെടുത്ത് നോക്കിയാലും കാണാൻ അത് ജെയ്സിയും കള്ളിത്തോണിയും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ടൊക്കെ അടിച്ചവരൊക്കെ ആയിരിക്കും. വലിയ തൊപ്പിയും ജെയ്സിയും കള്ളിത്തോണിയൊക്കെ എടുത്തിട്ട്. അത് അജമാണ് ഒരു കൂടുതൽ ഓത്ത് മക്കാമാസ്. അതായത് ശ്വാസം പിടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ഓത്തായിരിക്കും. അതിൽ ഇപ്പോഴത്തെ ഫേമസ് ആയ ഒരു ഓത്തുണ്ട്. എനിക്ക് തോന്നുന്നത് അത് കേട്ടിട്ട് ഒരു 150 വട്ടെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ പെണ്ണോതുണ്ടല്ലേ, ഭയങ്കര ഹാപ്പി ഓത്തായിരിക്കും. പക്ഷെ എന്താ ഭാഗം അതാണ് ഈ മക്കാമത്ത്. അത് നമുക്ക് ശ്വാസം ഓരോറ്റ ശ്വാസത്തിൽ അത് പോരാ. ഭയങ്കര കാര്യം. ഭയങ്കര അത്ഭുതമാണ്. അബ്ദുൽ ബാസിനെ പറ്റി അറിയാലോ, ഞാൻ സുഹൃത്തുള്ള ഓതുന്നത് എത്ര ട്രൈ ചെയ്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മറ്റേ ബാക്കി ഏരിയാസ് ഒക്കെ അറിയാൻ തോന്നും. പിന്നെ അജം. പിന്നെ എന്നുള്ളത് മക്കാമു നഹാവന്ത്. നഹാവന്ത് സാധാരണ മിൻസാവിയാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള.
അത് നമുക്ക് ഇവിടെ എടുക്കണ്ട തോന്നും. അത് പറ്റൂല. ആ മക്കാം പറയുമ്പോ എല്ലാം പറയാ നഹാവെന്ന് മക്കാവ് പറ്റൂല. പിന്നെ ഏഴാമത്തത് മക്കാമു കുർദ്. മക്കാമു കുർദ് എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ബേസിക്. ആ ഓതും എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് എന്നെ ട്യൂണാക്കാറുണ്ട്. ശരിക്കും ഖുറാന്റെ ബേസിക് അത് എനിക്കെന്താണോ ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നരകവും സ്വർഗ്ഗം ഒക്കെ ഓതുമ്പോൾ ചില ആൾക്കാർ നരകം ഓതുമ്പോൾ ബയാച്ചിരിക്കും, അതായത് ഇങ്ങനെ വിശദീകരിച്ചു പോകും, ഒന്നും ഫീൽ ചെയ്യണ്ടാവില്ല. പക്ഷേ ഈ മക്കാം എന്ന് പറഞ്ഞാൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് ട്യൂൺ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഇജാസ് അഫാസിയൊക്കെ ഓതണ കുറുത. അഫാസി കുർദാണ്. അഫാസി അങ്ങനെയല്ല, അഫാസി ആ ഓരോ സ്ഥലത്ത് അഫാസിന്റെ മൂഡ് എടുക്ക് മാറും. അതന്നെ എന്താണ് ഫീൽ ഓതിയോണ്ടൊക്കെ എനിക്ക് സാധനം ഫീൽ ചെയ്ത് ഇവിടെ സാഡ്നെസ് ഫീൽ ചെയ്ത്. അപ്പം എന്ത് ചെയ്യും, ഇതിന്റെ സൗണ്ട് സ്വാഭാവികമായിട്ട് ഇതിന്റെ മെലഡി എന്തായി തീരും, സാഡ്നെസ് ആയി തീരും. അതാണ് കുർദ്. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഭയങ്കര ഫേമസ് പള്ളികളിലൊക്കെ ഇടാ അല്ല അഫാസിന്റെ കുർദാണ് സാധാരണ. ശരിക്കും നമ്മൾ നോർമൽ സാധാരണക്കാർ പോലും ഓതുന്ന എന്താണ് കുർദാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഓതുമ്പോൾ ഓർക്ക് ഫീൽ ചെയ്യുന്നതനുസരിച്ച് ഒരു സൗണ്ട് മാറ്റണം. ഇതിൽ ലാസ്റ്റിലുള്ളത് മക്കാം ഹിജാസ്. അത് ഈ മക്കേത്ത ഭാഗം ഉണ്ടല്ലോ, ഏത്ത ഭാഗം എങ്ങനെയാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് ഇതിലെ വരിക. ഇത് ഈ ഹിജാസ് അങ്ങനെ വന്നിട്ടുണ്ടാവും. എന്താ രീതിയിൽ വന്നത് സാധാരണ 8 വാക്കാം. ഇനിയിപ്പോ ഇത് എവിടുന്ന് വന്നേന്നുണ്ട്. ഇതിൽ ഓരോ ആയത്തടക്ക് വെച്ചിട്ട് ഓരോ ട്യൂണില്, അതായത് ഇതൊരു സയൻസിന്റെ ഒരു രൂപമാണ്. ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ അറിയുന്നവർ പറഞ്ഞു തരിക. നമ്മളെ മക്കാവാതെ ബൈട്ട് നമുക്കും പഠിക്കാനേ. അപ്പൊ ഇതനുസരിച്ച് ഓതുമ്പോ ഒന്നുകൂടി എഫക്റ്റീവ് ആണ്. ബസൈർ കോഴ്സ് ഉണ്ടല്ലോ, ആ കോഴ്സ് ഞാൻ നോക്കി 27,000 ഞാൻ സൈറ്റ് ആ ഇത് കേട്ടപ്പോ മൂടായിട്ട് കേറിയിട്ട് എന്താ പൈസ ഉണ്ടേ. എനിക്ക് അതല്ല തോന്നി. ലൈക്ക് ഞമ്മക്കൊക്കെ ഇങ്ങനെ ഖുറാൻ കേട്ടിട്ട് ഇങ്ങനെ പ്രകമ്പിതമാവുക എന്നൊക്കെ പറയുന്ന ഒരു അപൂർവ നിമിഷമാണല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2-3 റമദാൻ മുമ്പ് ഞാനറിയാതെ ഏതോ ഒരു ഭാഗം അഫമിന്റെ പരിപാടി കമംബാബി സഹത്തിമിന് അങ്ങനെ ഏതോ ഭാഗം ഓതാ ഈ തറാവിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഓതുമ്പോ പെട്ടെന്ന് കരഞ്ഞുപോയി. എന്ത് കാരണമൊന്നുമില്ല, അർത്ഥം അറിഞ്ഞിട്ടാണോ അല്ല, വെറുതെ കരഞ്ഞുപോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടി ഉമ്മാൻ്റെ അടുത്തേക്ക്, ഉമ്മ ഞാൻ ഖുറാൻ ഓതിയിട്ട് കരഞ്ഞു. എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ്, കരഞ്ഞു. അതിപ്പോ എന്താ സംഭവം, കരയാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു വേറെ ഫീലിംഗ് ആണല്ലോ. ഞാൻ ആരോട് പറയില്ല, പറയാൻ പേര് ക്രിഞ്ചാണോ. അല്ല അങ്ങ് ആലോചിച്ച് നോക്കി. ഇപ്പോ എന്താ ഹഫ്സ റളിയല്ലാഹുവിനല്ലേ വാപ്പാനെ കുറിച്ച് പറഞ്ഞേ, വാപ്പാനെ നിങ്ങൾ ഇമാമ് നിർത്തണ്ട, വാപ്പ ഇമാമ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ അരപ്പാക്കും. വെള്ളം തിളക്കുന്ന കാര്യം നബിനെ പറ്റിയാണ്. കുറിച്ച് പറയുമ്പോ പറയും സൂറത്ത് യൂസുഫ് ഓതുമ്പോ അവസാനത്തെ സൂറത്തിലുള്ള ആളുകൾ വരെ ഇങ്ങനെ അപ്പൊ ആലോചിച്ചു. ഞാൻ അതാ പറയുന്നത്, അതായത് ഈ ഖുറാന് ആളുകൾ എന്ത് സെൻസിലാ സ്വാധീനിക്കുന്നത്. നമ്മക്ക് അതിന്റെ ഒരു ലെവൽ അത്ര കിട്ടുന്നില്ലെങ്കിൽ പോലും അത് സ്വഹാബത്തിന് അങ്ങനെയാണല്ലോ. സഫാനകത്തൊരു കഥ അറിഞ്ഞില്ലേ, സെയിം സാധനം അങ്ങനെ കണ്ടില്ല. പ്രവാചകന് സംഭവം, പ്രവാചകൻ സ്ഥലിക്കല് ഇബിന് മസൂദ് ട്വീറ്റ് പറഞ്ഞിട്ട് സുഹൃത്ത് നിസാർ ഈ ഭാഗവത് പറഞ്ഞിട്ട് അപ്പോൾ നിബിദാസം ഞാൻ ഇങ്ങനെ കൊയ്ത്തര് കേൾക്കാണല്ലോ ഖുറാൻ ഇറങ്ങി എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഇബിന് മസൂദ് ഓതി തുടങ്ങും അങ്ങനെ അള്ള ഏതെങ്കിലും ആയത്തി ഉമ്മത്തിനെ പറ്റിയുള്ള എന്തോ ഒരു ആയത്ത് വരുമ്പോഴത്തേക്ക് പ്രവാചകനെ ഇങ്ങനെ കൈ പിടിക്കും നിർത്തുന്നുണ്ട് ഒട്ടിക്കാരി സെയിം സാധനം. അപ്പം പ്രവാചകൻ കരയാന്നുണ്ട്, പിന്നെ സഹാബികളാകുമ്പോൾ സഹാബാക്കൾ കരയുന്ന ഒരു കഥ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമല്ലോ. അപ്പൊ അതിലൊരു ഭയങ്കര ഒരു പോയിന്റ് ഇങ്ങനെ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇവരൊക്കെ കരഞ്ഞ അതേ ഖുർആനാണ് നമ്മളെ ലോകാവസാനം വരെ അതേ സാധനമാണ് എല്ലാരും പോകുന്നില്ല. ഇനിയിപ്പോ എന്താ ഇങ്ങനെ അവർക്ക് ഖുറാൻ ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഏതൊരു സ്വാബി പറയുന്നുണ്ട്, ഇനി വരുന്ന ഉമ്മത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, ഖുറാൻ ഒറ്റയടിക്ക് അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഓരെങ്ങനെയായിരിക്കും ഇത് ഹൃദയം സ്വീകരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതെ, സഹാബികള് ഓരോ ആയത്തും പോലെ കണക്ട് ചെയ്യും വല്ലാണ്ട്. കാരണം സാബിത്ത് കൈസുള്ള ഒരു ചരിത്രമുണ്ട്. അതായത് ഗുജറാത്തിലായത്തുണ്ട് അപ്പം ഈ സ്ഥാപിത്തപ്പിനെ പൈസ ഉള്ളതിൻ്റെ പ്രശ്നം വെച്ചാൽ പ്രശ്നമല്ല, ഭയങ്കര സൗണ്ടുള്ള മനുഷ്യരാണ്, ഭയങ്കര സൗണ്ടാണ്, പ്രകൃതിയായിട്ടുള്ള സൗണ്ടാണ്, ലൗഡ് സ്പീക്കേഴ്സ് സാവിയാരാണല്ലോ. അപ്പം ഈ ആയൊക്കെ കേട്ടപ്പോൾ സ്ഥാപിക്കുന്ന പൈസ ഉള്ളതിന് ആകെ ഇല്ലാണ്ട് പിന്നെ പറ്റില്ലാത്ത ഞാനാണ് എബിൻ്റെ അടുത്ത് സൗണ്ടിൽ സംസാരിക്കുള്ളൂ, എൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടായിട്ട് ആകെ വേദാറായി ആകെ കൊണ്ടാതായി പിന്നെ വിടാണ്ട് അപ്പോൾ സമാധാനിപ്പിക്കണം. ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരായത്ത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ലൈഫാണ്. അതുപോലെ മുനാഫിക്കങ്ങളെ പറ്റി എന്തോ സംസാരിച്ചപ്പം ഉമർന്നാൻ ഓടിപ്പോയത്, ഉമർന്നാനല്ല ഇതിൻ്റെ പേര് തരും നാഫക്ക ഹംദല. അതായത്
ഞാൻ മുനാഫിക്കായി അതില്ലല്ലോ അല്ലേ? അത് ഹദീസല്ലേ? അതായത് റസൂലിന്റെ സീക്രട്ട് കീപ്പർ ആയിരുന്ന ഒരു സഹാബി എന്താ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്ത് അതിൽ റസൂല് മുനാഫിക്കളുടെ ലിസ്റ്റ് കൊടുക്കാൻ അപ്പൊ ഉമർ ചെന്നിട്ട് ചോദിച്ചു ആ ലിസ്റ്റിൽ 2 മറ്റേ ജ്ഞാപകാന്തല വേറെന്തോ ഒരു കഥയാണ്. സുപ്പ നേരത്തെ പറഞ്ഞപ്പോ അതായത് ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും സൂറ യൂസുഫ് ഓതുമ്പോൾ കരഞ്ഞ കാല സംഭവം ഉണ്ടായി. അത് അബ്ദുള്ള ഇബ്നു ഷദ്ദാദ് ഒരു താബി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ ഈ മസ്ജിദ് നബവിക്ക് ഒരു ദിവസം സുബൈക്ക് നിസ്കരിക്കാൻ വരുന്നുണ്ട്. സുബൈസ്കരിക്കാൻ വരുമ്പോൾ അബ്ദുള്ള ഇബ്നു ഷദ്ദാദ് നിന്നിരുന്നത് ഏറ്റവും ബാക്കത്തെ സൊഫിലായിരുന്നു. ആരെ ഇമാം നിന്നിരുന്നേ? ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങിയ ഏത് കാലിൻ്റെ മാഷ്കു ബസ്തി വഹുസിനി വാലുമിനല്ലാഹി മാലം വഹുസിനി ഇലല്ലാഹി വാലുമിനല്ലാഹി മാലം. അതായത് യാക്കൂബ് നബി യൂസുഫ് നബിനെ കാണാനിട്ട് ഉള്ള വേവലാതിക്ക് പറയാണ്, എൻ്റെ വേവലാതിയും എൻ്റെ സങ്കടവും എല്ലാം ഞാൻ ബോധിപ്പിക്കൽ എൻ്റെ റബ്ബിനോടാണ്. അത് പറഞ്ഞിട്ട് അത് തുടങ്ങിയത് ഉമർ റളിയല്ലാഹു പൊട്ടിക്കരാന്ന് പറഞ്ഞു. ഈ ലാസ്റ്റ് സൊഫിലിരിക്കണ അബ്ദുള്ള ഇബ്നു ഷദ്ദാദ് അത് കേൾക്കാണ് ഈ കരച്ചിൽ. അതായത് ഒരു കേവലം ഇല്ല അന്ന് മൈക്കൊന്നുമില്ല, കേവലം അവരെന്താണ് നാവ് കൊണ്ട് മാത്രമല്ല ഖുറാനാണ്, മറിച്ച് എന്താ ഒരു ഹൃദയത്തിൽ കയറ്റിയിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഈ ഖുറാൻ മുറാദ് ഖുറാനിലേക്കുള്ള ആയത്ത് ഖുറാൻ എന്നിട്ട് പുസ്തകം അതിൻ്റെ ഈ സാധനം പഠിച്ചു. അതായത് ഇവർക്ക് ഈ ഖുറാൻ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഇത് പറയുന്നുണ്ട്. ഖുറാൻ കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ ഖുറാനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്നാളെ തീരുമാനിച്ചത് അതായത് ഖുറാനായിട്ടുള്ള എല്ലാം ടോപ്പാണ്. അതായത് ഖുറാൻ ഇറക്കിയത് ഖുർആൻ ഇറങ്ങിയ മാസം ഏറ്റവും നല്ല ഇറക്കിയ മലക്ക് അതെന്താണ് എല്ലാ മലക്കളുടെ നേതാവായിട്ടുള്ള ജിബിയിലാണ്. തന്നെ ഇറക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ സെയ്താണ്. ഇറക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ മാസങ്ങളിൽ ഏറ്റവും വലിയ ടോപ്പ് മാസമാണ്. ഇറക്കപ്പെട്ട രാത്രി എന്ന് പറഞ്ഞാൽ രാത്രികളിൽ ഏറ്റവും ടോപ്പ് രാത്രിയാണ്. ഇറക്കപ്പെട്ട ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്തുള്ള ഏറ്റവും നല്ല ഹൈർ ഉമ്മത്താണ്. ഖുറാനായിട്ട് ബന്ധപ്പെട്ട എല്ലാം എന്താണ് ഏറ്റവും ടോപ്പാണ്, അഫ്ളലായിട്ടാണ് ഉള്ളത്. ആ ഖുറാൻ നിങ്ങൾ വായിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൗരവം ഉണ്ടാകുന്ന എന്നിട്ടാണ് ഖുറാൻ പൂർണ്ണമായ അർത്ഥം വിത്തബിൽ ഖുർആനി. അല്ല, അതിന്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു, ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, റമദാനിനെ കുറിച്ച് പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മെച്ചപ്പെട്ടു, ഏറ്റവും ടോപ്പായി മാറി. എന്നിട്ട് അവസാന സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എങ്ങാനും ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇതൊക്കെ കഴിഞ്ഞു ഒരു മനുഷ്യന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും പിന്നെ ആളുകളിൽ ഏറ്റവും ടോപ്പ്. അത് വളരെ അതായത് ഇസ്ലാമിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഒരാൾക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധനമാണ് ഖുർആൻ മുറുകെ പിടിച്ചോ വിജയിക്കും. ഖുർആൻ മുറുകെ പിടിച്ചോ, അത് നമ്മൾ പഠിച്ചോ എന്നുള്ളതല്ല, അത് ജീവിതത്തിലുണ്ടോ രഹസ്യത്തിലുണ്ടോ. നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പാളിച്ചു വന്നിട്ടുണ്ട്. എന്താ പരലോകം എത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഖുർആൻ സാക്ഷി പറഞ്ഞാൽ രക്ഷപ്പെട്ടു, ഖുർആൻ എതിരെ സാക്ഷി പറഞ്ഞാലും പെട്ടു. അതായത് ഖുർആൻ എന്തായാലും സാക്ഷി പറയും. ഖുർആൻ സാക്ഷി പറയുന്ന ആള് അനുകൂലാണെങ്കിൽ രക്ഷപ്പെട്ടു, പ്രതികൂലാണെങ്കിൽ അവൻ പെട്ടു. എല്ലാ കുറിച്ച് ആ പേജ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാത്തോളം അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ പേജ് ഒരു പ്രത്യേക രസമാണ്. നമ്മള് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയും, സൂറത്തുൽ ഫുർഖാൻ ആ പേജില്. അതായത് പ്രവാചകൻ ആകെ പരാതിപ്പെട്ടതായിട്ട് കാണിക്കുന്ന സീൻ അതാണ്. പ്രവാചകൻ സാക്ഷി എതിര് സാക്ഷി പറയുന്ന അത്രയും ഉമ്മത്ത് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് എനിക്ക് നമ്മളിങ്ങനെ അറിയാം. എനിക്ക് തോന്നി ഖുർആൻ അങ്ങനെയാണോ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത്. ഇപ്പോ ഇങ്ങനെ ഒരു കഥ അല്ലേ, ജുബൈർ ഇബ്നു മുത്തൈമിന്റെ ഒരു ജുബൈർ ഇബ്നു മുത്തൈം വിശ്വാസമില്ലായിരുന്നു, മുശ്രിക്കായിരുന്നു. എന്നിട്ട് ബദർ യുദ്ധത്തിന് ശേഷം മക്കയിലെ അംബാസിഡർ ആയിക്കൊണ്ട് മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ ഇവർക്ക് അവിടെയുള്ള ബന്ദികളുണ്ടല്ലോ, ബന്ദികൾക്ക് വിലപേശാനും മറ്റുമായിട്ട് സന്ധി സംഭാഷണത്തിന് വേണ്ടി ജുബൈർ ഇബ്നു മുത്തൈമിനാണ് പറഞ്ഞയച്ചത്. അപ്പോൾ ജുബൈർ മദീനയ്ക്ക് എത്തുന്ന ഒരു മഗ്‌രിബോട് അടുത്തൊരു സമയം. അപ്പോൾ മഗ്‌രിബ് അടുത്ത സമയത്ത് സ്വഹാബാക്കളും റസൂലൊക്കെ പള്ളിയിൽ നിസ്കരിക്കും. അപ്പോൾ റസൂല് മറ്റേ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്, ദേഷ്യത്തിലാണ് വരുന്നത്. കുറെ ആൾക്കാർ കൊല്ലപ്പെട്ടു. അതും ഇവര് അത്രയും ഇവരുടെ ഈഗോ അത്രയും ആയിട്ടായ ഒരു യുദ്ധം. അപ്പൊ റസൂലാണ് അപ്പൊ ഇമാം വെക്കുന്നത്. ഏതെന്ന ആയത്ത് മറ്റേ തൂറിലായത്താണ്, ആയതിന്റെ ബാക്കിലുള്ള ആയത്തുകളൊക്കെ ഇതാ പറയും ഇവരെ കുറിച്ചാണ്. അതായത് നബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത്
ഓരോ കാര്യങ്ങൾ നബി കവിയാണെന്ന് പറയാം, യഖൂലുന ഷായിറുൻ തറബ്ബത്ത് ഇങ്ങനെ പറഞ്ഞ അവസാനമാണ് അപ്പൊ ഇതാണ് ജുബൈർ കേൾക്കുന്നത്. ഇതൊക്കെ ആരാ ഉണ്ടാക്കി, നിങ്ങളാണോ അതോ പഠിച്ചവനാണോ? അം ഖലഖു സമാവാതി വൽ അർളി ബൽ ലാ യഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. അങ്ങനെ ഇങ്ങനെ ജുബൈറിനോട് പഠിച്ചോ ഇങ്ങനെ ചോദിക്കുന്ന പോലെ ജുബൈറിന് തോന്നുന്നു. അപ്പൊ അതോട് കൂടിയിട്ട് ജുബൈർ ആകെ കിളി പോവുക. അതേ സ്റ്റേറ്റ്മെന്റ് കാന കൽബി അയ്യത്തീർ, എന്റെ കിളി പോയി എന്നറിയുന്നു. ഈ സൂറത്ത് ഊറ് പറഞ്ഞപ്പോഴേക്ക് ഒരു ഹദീസുണ്ട്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അതായത് സുബൈറിന് അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ ഉമ്മയാണ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹ ഒരു ദിവസം വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഓതിയതാ ഏത് തൂറിലായി തന്നെ ഏത് ഫമന്നല്ലാഹു അലൈന വവഖാന അദാബ സമോ. ഇതിലിങ്ങനെ അർത്ഥം വരുന്നത് ഏത് പടച്ച നമുക്ക് അനുഗ്രഹം നൽകി ഈ കത്തിജ്വലിക്കുന്ന തീയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു സംഭവം. അതാണ് ആയത്തിൽ പറയുന്നത്. അസ്മാ റളിയല്ലാഹു അൻഹു ഇത് ഓതി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇതന്നെ ഓതിക്കൊണ്ടിരിക്കുക, പിന്നെ ഓതുക, പിന്നെ റിപ്പീറ്റ് അടിക്കുക. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിന് ചുറ്റും നടന്ന് ഓതിക്കൊണ്ടേയിരിക്കുക, നിർത്തിയില്ല. ശേഷം എന്താ ഫദഹബത് ഇല സൂഖി ഫി ഹാജത്ത്, എന്ത് ആവശ്യത്വം എന്താണ് മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നു. തുമ്മ റജഅത് വഹിയ മാസാല തുഖർരിറു ബിഹ, ഇതന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു അലൈന വവഖാന അദാബ സമോ, പടച്ച നമ്മൾ അനുഗ്രഹിച്ച് നരകത്തിൽ നിന്ന് രക്ഷിച്ച്. അത് പറയുന്നുണ്ട് എന്ത് പടച്ച നമ്മൾ അനുഗ്രഹിച്ച് എങ്ങനെ പടച്ച നമുക്ക് വഴി കാണിച്ചു തന്നു, പടച്ച നമുക്ക് ഈമാൻ തന്നു, പടച്ച നമുക്ക് ഇസ്ലാം തന്നു, പടച്ച നമുക്ക് നേർവഴി കാണിച്ച്, അതിനാൽ പടച്ച നമ്മൾ അനുഗ്രഹിച്ചാറുണ്ട്. കേട്ടില്ലേ? ആ സാധനം കേട്ടില്ലേ? എല്ലാവരും കേട്ടു. നമ്മൾ സ്ഥിരം പറയുന്നൊരു സാധനമാണ്. അതായത് ആ നാട്ടിലെ ഏറ്റവും വലിയ തസ്കര വീരെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവിധ അലമ്പുണ്ട്, എന്നാൽ ഒരു കൊള്ളക്കാരനാണ്. അതായത് വീട്ടിൽ കയറുക, കക്കുക, ഇതാണ് പരിപാടി രാത്രി. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ കയറി, അങ്ങനെ ആ വീട്ടിൽ നിന്ന് എല്ലാം കൊള്ളയടിച്ചു. അങ്ങനെ മതിൽ കയറിയാണല്ലോ സംഭവിക്കുക. അങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് ഇങ്ങനെ ഇത് കാലഘട്ടം കറക്റ്റ് ഓർമ്മയില്ല. അതായത് ഞാൻ പറഞ്ഞ അതായത് ഫോനൊരു മോശം പ്രവർത്തിക്ക് പോയി എന്നുള്ള റിവായത്തുണ്ട്. അതായത് ഒരു കട്ടെടുക്കാനല്ല വേറൊരു പ്രവർത്തിക്കാണ് പോയെന്നുള്ളൊരു കഥയും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് അവിടുത്തെ ഞാൻ കേട്ട റിവായത്തിൽ ഇങ്ങനെയാണ്. അതായത് അവിടെ ആ വീട്ടിലുള്ള കുട്ടി പാരായണം ചെയ്യുന്ന സുക്തം അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതാ ഓതുന്നത്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ വാണ്ടമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ ചോദിക്കാണ് എനിക്ക് മടങ്ങാൻ സമയമായില്ല. മുമ്പുള്ള ആളുകൾക്ക് നശിച്ചിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങാൻ സമയമായില്ലേ എന്ന് ചോദിക്കുക ഡയറക്റ്റ്. അപ്പോൾ ആ കഥയിൽ ബാക്കി പറയണെന്ന് വെച്ചാൽ ഓൻ അവിടെ നിന്ന് ആ മതിൽമൻ തന്നെ അതേ മടങ്ങാനായിട്ടുണ്ട്. ആ വാണ്ടൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. അങ്ങനെയാണ് ഉള്ളിൽ കഥ എന്ന് പറയുന്നത്. അതായത് വന്ന ഉദ്ദേശം തന്നെ മറന്നിട്ട് ഇത്രക്ക് മോശപ്പെട്ട വ്യക്തിയാണ്, ഇങ്ങനെ കൊള്ളയടിച്ച് ജീവിച്ച വ്യക്തിയാണ്. അപ്പൊ ഈ ആയത് ഡയറക്റ്റ് മാറാൻ സമയമായില്ല മോനെ, അങ്ങനെ മാറുന്നു. അങ്ങനെ കാളി ഫുദൈൽ ഇബ്നു ഇയാദായിട്ട് മാറി, ഹാറൂൺ റഷീദിന്റെ ഒഫീഷ്യൽ കാളിയായിട്ട് മാറി. ഒറ്റ ആയത്ത് ഒരാളെ ജീവിതത്തിൽ എന്തിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അതുണ്ടല്ലോ. അതായത് മക്കയെ തന്നെ ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആര്, വലീദ് ബിൻ മുഗീറ. ബനു മഖ്സൂം ഗോത്രത്തിന്റെ തലവനായിരുന്നു വലീദ് ബിൻ മുഗീറ. ഈ വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് മദീനയിൽ മക്കയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നബി ഖുർആനോദന കേൾക്കുക. ഖുർആനോദനങ്ങൾ കേട്ടിട്ട് ആൾക്കാരോട് ചെന്ന് പറയാം, കാരണം മൂപ്പരിത് മുന്നേ എവിടെയും കേട്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ മൂപ്പര് പറയുന്നുണ്ട്, വല്ലാഹു ലഖദ് സമഅ്തു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമൻ ആനിഫൻ മാ ഹുവ മിൻ കലാമിൽ ഇൻസ് വലാ മിൻ ജിൻ. ഇത് മനുഷ്യരുടേതോ ജിന്നുകളുടെ അല്ല എന്ത് ഞാൻ ഈ കേട്ടത് എന്ന് അങ്ങനെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. വല്ലാഹി ഇന്ന ലഹു ലഹലാവ, ഇതിൽ മധുരമുണ്ട്, ഇതിനെന്തോ മനോഹാരിത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലീദ് ബിൻ മുഗീറ പറയാം. വ ഇന്ന അലാഹുല മുസ്മിർ, ഇതിൻ്റെ മേലെ നോക്കിയാലോ അതിന് ഫലങ്ങളുണ്ട്. വ ഇന്ന അസ്ഫലഹുല വഅദീഖു, ഇതിൻ്റെ അടിയിൽ നോക്കിയാലോ പല പുഷ്ടികളുണ്ട് പറഞ്ഞിട്ട് വലീദ് ബിൻ മുഗീറ പറയാം. പിന്നെ വ ഇന്നഹു യഅലു ഫലാ യുഅല അലൈഹി, ഞാൻ വായിച്ചതിനൊക്കെ മറികടന്നു, എന്നാൽ അതിനെ മറികടക്കുന്ന ഒന്ന് തന്നെ ഞാൻ കണ്ടിട്ടില്ല. സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ അത് ഏറ്റവും വലിയ ഉന്നതയിൽ തന്നെ നിൽക്കുന്നതാണ് വലീദ് ബിൻ മുഗീറ പറയും. ആരെ വലീദ് ബിൻ മുഗീറ? ഒരു പേഗന, ഏത് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു പേഗനായ ഒരാളാണ് ഖുർആനെ കുറിച്ച് പറയുന്നത്, ഖുർആന്റെ മനോഹാരിത. ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ സ്വഹാബത്ത് അങ്ങനെ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ഇപ്പൊ മോഡേൺ ആയിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിലും ഇനികള്
പലസ്തീനിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇന്നാളെ ഒരു അൽ ജസീറയുടെ റിപ്പോർട്ടർ, ചെറിയൊരു കുട്ടി മറിയം 6 വയസ്സാ. റിപ്പോർട്ടറിന്റെ ആകെ ഇത് മറിയം ചോദിക്കുകയും മറിയത്തിനോട് ചോദിക്കൂ വാപ്പ മരിച്ചു, അമ്മ മരിച്ച്, സഹോദരങ്ങൾ എല്ലാവരും ബോംബാക്രമണത്തിൽ വീട് തകർന്ന് മരിച്ച്, ഞാൻ മാത്രം ടീമാണ്. അപ്പോൾ എന്താ ചെയ്യുക, ടെൻഷൻ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ജീവിട്ട് വെച്ചു സോറി എല്ലാ 6 ദിവസം കൂടുമ്പോൾ ഒരു സത്യം ചെയ്യും, 6 ദിവസം കൂടുമ്പോൾ ഒരു സത്യം വരും. അങ്ങനെ എന്ത് ചെയ്യും, സമാധാനം കണ്ടെത്തേണ്ടത്. അപ്പോൾ അറിയുന്നേ നമ്മൾ അടുത്തൊക്കെ അറിയത് 6 വയസ്സുള്ള മറിയുന്ന കുട്ടി. സത്യത്തിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, അതായത് നമ്മള് പണ്ഡിതന്മാരുടെ ജീവിത ശൈലി എടുത്തു നോക്കിയാല് നമ്മളിപ്പോ നമ്മളെ തിരക്കിനെ കുറിച്ചൊക്കെ പറയും. എന്താ ഇപ്പൊ നമ്മളെ തിരക്ക് കത്തമ്മ തീർക്കാതെ ഞാൻ സ്വന്തത്തോടെ ഇപ്പൊ കാലത്തിന് വഴി ഇറങ്ങാൻ്റെ ചേട്ടൊക്കെ പറയുമ്പോൾ ഏതാ റോമക്കാരുടെ യുദ്ധമായിരുന്നു, വലിയൊരു യുദ്ധം നയിച്ച് യർമൂക്ക് യുദ്ധം തന്നെയായിരുന്നു. കാലത്തിന് നയിച്ചത് യുദ്ധമാണ്. അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ തോൽപ്പിച്ചിട്ട് ആൾക്കാരൊക്കെ തിരക്കിലാണ്. എല്ലാരും ഓർക്കാണ് സൈന്യാധിപനാണ്. എല്ലാവരും യുദ്ധം മുതൽ വീതം വെക്കുന്നതിന്റെ തിരക്കിലാ. അപ്പൊ മൂപ്പര് തിരിച്ച് ഒറ്റ പോക്ക് എങ്ങട്ടാ, പള്ളിക്കാണ്. എന്താണ് എന്നിട്ട് മൂപ്പര് ഇങ്ങനെ ഖുറാൻ രാവിലെ മുതൽ സുബി മുതൽ ദുഹർ വരെ ഇരുന്ന് ഓതും. എന്നിട്ട് മൂപ്പര് കരയാണ്. എന്ത് ഖുറാൻ എനിക്ക് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ടോണ്ട് എനിക്ക് അങ്ങനെ ഖുറാനോട് ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്ത് ഖുറാനില് പറഞ്ഞ ജിഹാദ് ചെയ്യാൻ പറഞ്ഞ അള്ളാന്റെ കമാൻഡ്മെന്റ് ആണ് മൂപ്പര് ഇതിലേക്ക് ഒഴുകി ഖുറാനിൽ നിന്ന് മാറ്റി നിർത്തിയത്. അപ്പൊ അതാലോചിച്ചിട്ട് മൂപ്പർക്ക് കമ്പാരിസൺ, അതായത് എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടി പറയാം. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 1800 ഖത്തമുകൾ ഓതിയിട്ടുണ്ട് ആ മഹാനവറുകളുടെ ജീവിതത്തിൽ. അല്ലെങ്കിൽ ഒരു ദിവസം 2 അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയൊക്കെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ദിവസം 2 ഖത്തം റമദാനിലാണെങ്കിൽ ഓതും, അല്ലാതെ ആണെങ്കിൽ ഒരു ദിവസം ഒരു ഖത്തം എന്തായാലും ഓതും. പിന്നെ ചില റിവായത്തുകൾ പറയാ വിത്തറിന്റെ അവസാന റക്കാത്തിൽ എന്ത് ചെയ്യും, ഒരു ഖത്തം ഓതും. അങ്ങനെയൊക്കെ പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. നമ്മളങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുക. നമ്മൾ എല്ലാവരും അങ്ങനെ ഖത്തം ഓതേണ്ടതാണ്, എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ പറ്റണം. അങ്ങനെ പറ്റുമോ സിമ്പിൾ, അതൊരു ഖത്തം ഓതുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രോസസ്സായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മളെന്തോ കുറേ ദിവസത്തേക്ക് നമ്മൾ ഏറ്റവും മാക്സിമം എന്താ റമദാനിൽ ഒരു ഖത്തം പൂർത്തിയാക്കുക കാരണം ഭയങ്കര കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ടു. അപ്പോഴാണ് ഖത്തമിന് നമുക്ക് ഈ ഒരു എണ്ണം കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ നമ്മൾ ഈ ഖത്തമിന്റെ കാര്യം ഇങ്ങനെ നോക്കുമ്പോ റസൂൽ ആകെ പറഞ്ഞ 3 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഖത്തം തീർക്കരുത്. പല രീതികളുണ്ട്. പല രീതികളുണ്ട്. ഇപ്പൊ 3 കഴിഞ്ഞാൽ 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്. 30 സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രബലമായ സുന്നത്ത്. 30 ദിവസം കൊണ്ട് ഒരു ഖത്തം, ഒരു മാസം കൊണ്ട് ഒരു ഖത്തം തീർക്കുക എന്നുള്ളത്. 7 ദിവസം കൊണ്ട് കുറേ സ്വാമിമാര് ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ ചെയ്തിരുന്നു. 7 ദിവസം കൊണ്ട് ഖത്തം തീർത്തിരുന്നു. അല്ലാതെയും തീർത്ത് ഇഷ്ടം പോലെ സ്വാമിമാരുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ ദിവസം ആരോ കറക്റ്റ് പേർന്നില്ല, അതായത് പറയും എത്ര ദിവസം കൊണ്ട് ഖത്തം തീർക്കുക, 2 ആഴ്ച കൊണ്ട് ഖത്തം തീർക്കുക. അപ്പൊ അള്ളാന്റെ ഒരാൾക്ക് ജോലി കഴിഞ്ഞാൽ പിന്നാണ് ഒരാഴ്ച കഴിയോ പിന്നെ ആയത്തോതാ. അപ്പം അത്രയും കൺസ ആയത്തൊരു മനസ്സിലിതാണ്. ഒരു പണ്ഡിതനോട് വാപ്പ ചോദിക്കുന്നുണ്ട്, ഒരാഴ്ച കൊണ്ടാണ് ദൗറ തീർക്കുക എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, അപ്പൊ ഒരാഴ്ച ഓതുള്ളൂ, എന്റെ മനസ്സിലേക്ക് ഖുറാൻ വരുന്നുള്ളൂ. അതായത് ഖുറാനിൽ ഈ ആയത്തുകളിൽ എല്ലാ ആയത്തും ഒരു ദിവസം ആഴ്ചയിൽ ഒരു വട്ടേ വരുന്നുള്ളൂ എന്ന് ചോദിച്ച് ചൂടാകുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും അതിലെ ഇങ്ങനെ ടൈം കിട്ടുക. അപ്പൊ സമയം ശരിക്കും എനിക്ക് തോന്നി ഖുറാനായിട്ട് ബന്ധപ്പെട്ടൊക്കെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഖത്തം തീർക്കുന്നതിനൊക്കെ നമ്മൾ അങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ സമയം നമ്മൾ തന്നെ ബർക്കത്ത് ഇരുന്നാക്കി. അതായത് സമയം നമുക്ക് കിട്ടുന്ന നമുക്ക് എന്ത് എക്സ്ട്രാ ടൈം നമ്മൾ ഏറിന് ടൈം വിട്ട് ഒക്കെ നമ്മളില്ലേ ഖുറാൻ ഓതിനെ കൊണ്ടൊരു സാധനം നടക്കാണ്ട് പേഴ്സണൽ എനിക്ക് തോന്നിയ സാധനം ജീവിതത്തിൽ അങ്ങനെ രാവിലെ എനിക്ക് തോന്നുന്നുണ്ട്. രാവിലെ ഇപ്പം ഖുറാൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ ടൈം വിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഖുറാൻ ഓതിയതിന് എനിക്ക് പഠിക്കാൻ ടൈം വിട്ടുണ്ട് ഇതുവരെ റോട്ട്. ഇപ്പോ ഇമാം ഷാഫി റഹീം എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരണത്തിന്റെ ഇടയിൽ ഇപ്പൊ ഈ നമ്മളൊക്കെ കുറച്ചും കൂടി ഇസ്ലാമിക് രീതിയിൽ പഠനമൊക്കെ മുന്നോട്ട് പോയോണ്ടാണല്ലോ. ഇതല്ലാതെ പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഡോക്ടർ MBBS വേണ്ടിയിട്ട് പഠിക്കുന്നവർ കാറ്റഗറൈസ് ചെയ്യും. അല്ല കംപ്ലീറ്റ്ലി വേറൊരു സ്ട്രീം. അതായത് മൊത്തം അറ്റ്മോസ്ഫിയർ ഒക്കെ മാറി ഖുറാനോട് ചേർന്ന് നിൽക്കാത്തൊരു അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ മാറുമ്പോൾ ആളുകൾ മൊത്തത്തിൽ നിന്ന് പിടിവിട്ട് കുറെ പേര് നമുക്ക് പരിചയത്തിലും ബന്ധത്തിലുള്ളവരൊക്കെ ഉണ്ട്. ഓരൊക്കെ പറയും എനിക്കിതിന് ഓതാ സമയം കിട്ടുന്നില്ല, അങ്ങനെ ബിസി ഷെഡ്യൂളാണ്. അങ്ങനെയാണ് ഇമാം ഷാഫി റഹിമഹുവിന്റെ ഒരു സാധനം ഉണ്ട്, ഒമൻ അറാദ ദുനിയ ഫഅലൈഹി ബിൽ ഖുറാൻ. നിങ്ങൾക്ക് ദുനിയാവാണോ വേണ്ടത്, ഖുറാൻ കൂടെ പിടിച്ചോളി, നിങ്ങൾക്ക് കിട്ടും ദുനിയ. ഒമൻ അറാദ ആഖിറ ഫഅലൈഹി ബിൽ ഖുറാൻ. നിങ്ങൾക്ക് ഇനി ആഖിറത്താണോ വേണ്ടത്, ഖുറാനെ പിടിച്ചോളി. ഒമൻ അറാദഹുമാ നിങ്ങൾക്ക് ഇനി രണ്ടുമാണോ, ദുനിയാവും വേണം ആഖിറത്തും വേണം, ഫഅലൈഹി ബിൽ ഖുറാൻ. ആരാ പറയണ ആലോചിക്കണം. അതായത് ഷാഫി ഇമാമിന്റെ ചരിത്രം പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. അതായത്
ഷാഫി ഇമാമിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടതാണ്. ഞാൻ കറക്റ്റായിട്ട് കിതാബുകളിൽ വായിച്ചതല്ല, പ്രസംഗത്തിൽ കേട്ടതാണ്. ഷാഫി ഇമാമിന് കഴുത്ത് മുതൽ അടിയിൽ വരെ ഒരുപാട് മാരക രോഗങ്ങളുണ്ട്. മാരക രോഗങ്ങൾ കൊണ്ടാണ് മരണപ്പെടുന്നത്. അപ്പം അങ്ങനെ രോഗങ്ങളുള്ള വ്യക്തിയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് രക്തം ഒലിക്കുന്ന അസുഖം പല പേരിലും അറിയപ്പെടുന്നുണ്ട്. രക്തം ഒലിച്ചിട്ട് ബാക്ക് ഭാഗത്തു നിന്ന് രക്തങ്ങൾ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ചൂടുവെള്ളത്തിലിരുന്നിട്ട് ദർസ് എടുക്കുക, 12 ദർസുകൾ ഒരു ദിവസം തന്നെ എടുക്കുക, ഖുറാന് ഖത്തം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ജീവിച്ച വ്യക്തിയാണ് ഷാഫി ഉമർ. ഒരാളെ ഇഷ്ടമാവുകയാണെങ്കിൽ അള്ളാഹ് ഓരെ പരിശോധിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഷാഫി ഇമാമിൻ്റെ കവിതകളും കാര്യങ്ങളൊക്കെ. കാരണം കുറേ ആൾക്കാരെന്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വരാൻ എപ്പോഴും വന്ന് കംപ്ലൈൻറ്റ് പറയും. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, ഞാൻ എൻ്റെ ലൈഫിൽ അത് എടുക്കുന്ന സാധനമാണ്. ഷാഫി ഇമാമിന് പഠിക്കാൻ പറ്റാണ്ട് ഇപ്പാക്കാൻ പറ്റാണ്ട് ഇമാം വക്കീൻ്റെ അടുത്ത് പോകുമ്പോൾ അത് പിന്നീട് ഇമാം വക്കീ പറഞ്ഞു കൊടുത്ത കാര്യം ഷാഫി ഇമാം പിന്നീട് കവിതാക്കി രചിക്കുന്നുണ്ട്. ഷക്കൗത്തീല വക്കീൻ സു അഹിഫ്ലി ഫർഷദിനീല തറക്കിൽ മാസിയ. അതായത് വക്കീ എന്നോട് എന്ത് പറഞ്ഞു, ഈ പഠിക്കാൻ പറ്റണില്ല, ഇഫ്ലാക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഫർഷദിനീല തറക്കിൽ മാസി, നിന്റെ തെറ്റുകളൊക്കെ ഉപേക്ഷിക്കുക. അതായത് ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടാവും, അത് ഈയനെ പോയി കണ്ടുപിടിച്ചിട്ട് ആ തെറ്റ് മാറ്റാൻ നോക്കുക. വഹ്ബിർനിബിഅന്നലിൽമനൂറ. ഈ അറിവ് എന്ന് പറയുന്ന സാധനം എന്താ? വെളിച്ചാണ്. വനൂറുല്ലാഹി ലാ യുഹ്ദാലിൽ ആസീന. പഠിച്ച് അത് ഷാറൊക്കെ അതിലെ ഈ സമയത്തിന്റെ പ്രശ്നം. അതായത് അള്ളാന്റെ വെളിച്ചം അവധിക്കാരികൾക്ക് ഇരുണ്ട ഹൃദയങ്ങളിലേക്ക് അള്ളാന്റെ വെളിച്ചെത്തൂല. കുറിച്ച് പറയുന്നത് എന്താ അറിയോ, എവിടെ ഇരുട്ടുണ്ടോ അവിടെ പ്രകാശ ഖുർആൻ എന്നാ പറയാ. അതായത് ഏത് ഇരുട്ടിലും ജീവിതത്തിലായിക്കോട്ടെ പരലോകത്തായിക്കോട്ടെ നമ്മൾ ഇരുട്ടിലാണെന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലാണെങ്കിൽ അവിടെ വെളിച്ചം ഖുർആനേ ഉള്ളൂ. ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആയി നമുക്ക് വെളിച്ചമായിട്ട് മാറാൻ ഖുർആനാണ്. ഈ ഒരു പണ്ഡിതന്റെ കോട്ടാണ്. അതായത് അള്ളാഹിന്റെ ഒരു ദാത്ത് പറയില്ല, അതിലേക്ക് അള്ളാഹു 100 സമാവാത്തി അള്ളാഹുവിനെ 100ആയിട്ട് അല്ലെന്നിട്ടുണ്ട് വിശദീകരിക്കുന്നത്. അതേപോലെ 100 എന്ന് പറഞ്ഞ വേറെ കാര്യം ഖുറാനാണ്. കിതാബുൻ, അതായത് ഖുറാനെ 100ആയിട്ട്, അതായത് അതേപോലെ തന്നെ വേറൊരു കഥയായിട്ട് ഇപ്പം തന്നെ ആദൽ ഖുറാൻ അല്ല ജബലിൽ അതായി ഖുറാൻ വിശദീകരിച്ചെന്ന് വെച്ചാൽ ഖുറാൻ ഒരു മലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ മല എന്തായി തീരും? കുടിവടലായി തീരും. ഈ സെയിം സാധാരണ ചരിത്രമായിട്ട് വേറൊന്ന് ഖുറാൻ വരുന്നുണ്ട്. മൂസാ നബി അള്ളാനെ കാണിച്ചിട്ടുള്ളൊരു കൂലി പറയുന്നുണ്ടല്ലോ, എന്തായാലും കാണുന്നേ അള്ളാഹ് കാണാൻ പറ്റൂലെന്ന് പറയും, എന്തായാലും കാണുന്ന. ഇപ്പം എൻ്റെ 100 എന്താ മലൻ്റെ മുകളിലേക്ക് ഇടാം, ഞാൻ നോക്കിയെന്നു. അതെന്തോ കണ്ട ശേഷം എന്താ ഫലമാ തജല്ലാ റബ്ബുഹു ജഅലഹു ദക്ക വഖറ മൂസ സ്വൈക. ഒരു പ്രകാശം വന്നിട്ടുള്ളൂ, നേലും വന്നിട്ടുള്ളൂ, ബോധം കിട്ടും. മല പൊട്ടിപ്പോയി. ഇതൊക്കെ രണ്ടും കണ്ടിട്ട്, അതായത് ഖുറാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹിലേക്ക് അടുക്കണം. എന്ത് ചെയ്യുക? ഖുറാനിലേക്ക് നമ്മൾ എടുക്കാമെന്ന്. അതായത് നേരത്തെ ഇങ്ങനെ സമയത്തിന് ആരെങ്കിലും പറഞ്ഞത് എഞ്ചിനീയർ. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുക പലസ്തീനെ പറ്റിയിട്ട്. സമയം ബിസി, നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു കരിയർ മോഡോ നമ്മളുടെ ലൈഫ് പ്രശ്നമുണ്ട്. നമ്മളെ കുറേ കൺസെപ്റ്റിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ പലസ്തീൻ്റെ റാമി അബു യൂസുഫ് എന്നിട്ടൊരാണ്, റാമി അബു മുസ്തഫ അലി, പാട്ടുകാരനല്ലേ, പലസ്തീനിയൻ. അപ്പം മൂപ്പരെന്താ വെച്ചാൽ കഴിഞ്ഞ വട്ടം കുറേ പലസ്തീനികൾ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു സീസ് ഫയറിൻ്റെ സമയത്ത്. ആ സമയത്ത് ഫസ്റ്റ് പലസ്തീൻ ചെയ്തൊരു പരിപാടി അതാണ്. സീസ് ഫയർ ഉണ്ടാകുമ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ മാക്സിമം വിഭവങ്ങൾ ഒരുമിച്ച് കൂട്ടും, ഭക്ഷണം ഒരുമിച്ച് കൂട്ടുക. പക്ഷെ സീസ് ഫയർ പ്രഖ്യാപിച്ച ഉടനെ പലസ്തീനുകൾ ചെയ്ത പണിയെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. 551 ആഫ്രീങ്ങളെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷൻ. അതായത് ഗസനെ വിളിക്കുന്ന വെച്ചാൽ ഗസയിൽ 70% ആൾക്കാർ 70% തന്നെ 2 ആൾക്കാർ നിൽക്കണതിൽ 1.5 ആൾക്കാർ എന്താണ് ഹാഫിദാണ് അതിൻ്റെ അടുത്ത്. നമ്മൾ ഈ കോഴിക്കോട് ആലോചിച്ചൊക്കെ 10 ആൾക്കാർ ഹാഫിദാണ്ട് അവിടെ അല്ല. എന്നിട്ട് ഈ റാമി അബു മുസ്തഫ അതായത് ഒരു ഹാഫിദാണ്. ജസീറ പോയി ചോദിക്കും ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്. ഈ റാമി അബു മുസ്തഫ അലി 2002 ജയിലിൽ പോയതാണ്. 2002 എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയിലിൽ പിടിച്ചുകൊണ്ടുപോയത്. അവിടെ ജയിലിൽ മദ്രസ യൂസുഫിയ എന്നൊരു സംവിധാനം പലസ്തീനികൾ തുടങ്ങിയിട്ടുണ്ട്. യൂസുഫ് എന്നുള്ള പേര് കാരണം യൂസുഫ് നബിയുടെ ചരിത്രമാണ് യൂസുഫ് നബി ജയിലിൽ കിടന്ന. മദ്രസ യൂസുഫിയെ വിളിക്കുന്നത് വെച്ചാൽ അവിടെ ചെല്ലുന്ന പലസ്തീനികൾ എന്താക്കും, ഹാഫിളീങ്ങളാക്കി തീർക്കും. ഖുറാന്റെ പഠിക്കുന്ന ജയിലിൽ വെച്ചിട്ട് ഡിപ്ലോമ കോഴ്സ് വരെ നിങ്ങൾ ജയിലിൽ വരിക, ഇവിടുത്തെ ഖുറാനുകൾ പീപ്പിളൊക്കെ പഠിക്കുക,
ദൈവം നൽകാൻ വേണ്ടിയിട്ട് ഹാഫിദാവുകയാണ്, ഖുറാനെ പറ്റി പഠിക്കുന്ന ആൾക്കാർ മദ്രസ യൂസഫ് എന്നിട്ട്. അപ്പോൾ ജയിലിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇവിടുത്തെ ജയിൽ സങ്കല്പേ അല്ല ടിസായി ജയിൽ സങ്കല്പം. ഇന്നലെ ജയിലിന് കുറച്ച് ആൾ ഇറക്കി, ഒരിക്കൽ നടക്കാൻ പോലും അത്രയും ടോർച്ചർ. അപ്പോൾ ഇങ്ങനെ ചോദിക്കും അങ്ങനത്തെ ദിവസം കൊണ്ട് പഠിച്ചത്. അപ്പോൾ ഞാനൊരു 3 വർഷം കൊണ്ടാണ് പഠിച്ചെന്ന് പറയും. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പഠിക്കുന്നത്. അല്ല, ഓരോരുത്തർ ഒരു ടോർച്ചർ പോലെയാണ്. ടോർച്ചർ കൂടുതൽ ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടിയിട്ട് ഖുറാൻ പഠിക്കാൻ. അപ്പോൾ ഏതായാലും ഓതുന്ന കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഖുറാൻ ഹിഫ്ള് ചെയ്യുന്ന കാര്യമാണ്. അതിൽ തന്നെ ഇതില് നമ്മൾ ഫലസ്തീനിൽ ഇപ്പം അടുത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബുക്ക് ചെയ്യുന്നു, ഖുർആൻ. അത് ട്രെൻഡിങ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം ആദ്യം ഉണ്ട്, ആൾക്കാർ വായിക്കുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് പോപ്പ് ചെയ്ത് അൽ ജസീറയിൽ ഭയങ്കരമായിട്ട് ന്യൂസ് വരുന്നു. അതിനപ്പുറത്തേക്ക് എല്ലാവരും ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് വെച്ചാൽ, ഇതിന് മുമ്പ് ഉണ്ടോ ഞാനൊരു എൻ്റെ പ്രാഥമിക അന്വേഷണം കേട്ടോ, വൈറലാവുന്ന അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ എവിടെ വെച്ചാൽ ഈ ഇതിന്റെ ആർമി ഈ മിസൈൽ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോന്റെ ഇടയിൽ പ്ലാൻ ചെയ്ത വീഡിയോയില് അപ്പൊ ആൾക്കാരൊക്കെ അന്വേഷിക്കണം ഇതേതാ ബുക്ക്. അപ്പൊ അദ്ദേഹം ഷർക്കാവി ആ പുസ്തകം അപ്പാട് ഫേമസ് ആയി. അപ്പൊ നോക്കുമ്പോൾ ഈ പുസ്തകം എല്ലാവരും വായിക്കുന്നുണ്ട്, ഫലസ്തീനികളൊക്കെ. ഞാൻ ആ പുസ്തകം ഹാൻഡിൽ കൈ കിട്ടൂല, കിട്ടി എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാനത് PDF ഡൗൺലോഡ് ചെയ്തു. അപ്പൊ അതിൽ സംഭവം എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഓരോ ആയത്തുകൾ ഓരോ പേജിൽ ഉണ്ടാകും. ആ ആയത്ത് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ മൂപ്പർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ആയത്തിനെ എങ്ങനെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു സംഭവം വിവരിക്കും, ചിലപ്പോൾ ഒരു കഥ വിവരിക്കും. എടുക്കാനൊക്കെ പെർഫെക്റ്റ് ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയതാ. പക്ഷെ വളരെ കുറച്ച് ഭാഗങ്ങൾ മറ്റേ ഇസ്ലാം ഓൺലൈൻ എന്നിട്ട് സൈറ്റില്ല, അതിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ്. നല്ല രസമാണ് കേട്ടോ. അതായത് മൂപ്പർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് മൂപ്പരുടെ ലൈഫായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ സഹാബാക്കളുടെ ആയത്ത് പറയുമ്പോൾ ഒരു കഥയായിട്ട് ചെറിയ ചെറിയ കഥകളായിട്ടോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിശദീകരിച്ചു പോകും. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യമായിട്ട് ഖുറാന് അർത്ഥം ഉണ്ടോ നമുക്ക് എന്ത് തോന്നി. ഇപ്പൊ ഇതിലേ എനിക്ക് നമ്മളിപ്പോ ഖുറാൻ എങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യാന്നുള്ളതിനപ്പുറം എനിക്ക് കൊണ്ട് കുറച്ചുകൂടി ഓഡിയൻസിന് കുറച്ചുകൂടി ആവശ്യം ഉണ്ടാവുക. ഇപ്പോൾ ഖുറാൻ പഠിച്ച ഒരാൾക്ക് ഖുറാൻ റിറ്റെയിൻ ചെയ്യുക, റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ അതിനേക്കാളധികം ആളുകൾക്ക് ഖുറാൻ പഠിക്കുക എന്നുള്ളത് അത്രയും പൂതിയുള്ള മനുഷ്യന്മാരായിരിക്കും. അപ്പം ഇത് രണ്ടിനും ഉള്ള കുറച്ച് പറയാം, പഠിച്ചവർക്കുള്ള ഏറ്റവും വലിയ റിഗ്രറ്റുകളും ഉണ്ട്. അതായത് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എപ്പോൾ റോഡുമ്പോൾ പോകുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നലും സന്തോഷം തോന്നലും ഈ തൊപ്പിയിട്ട ചെറിയ ചെറിയ ദർസുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത കുട്ടികളും ഉണ്ടാവും, ഡ്രസ്സ് ശീലമില്ലാത്ത കുട്ടികളും ഉണ്ടാവും, ഈ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ. ഞാൻ എവിടെ ഒരു ചെറിയ കുട്ടി അത്യാവശ്യം വലിയ ആളാണ് നമ്മൾ ചോദിക്കാൻ നിൽക്കില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അവരോട് ചോദിക്കുക, ഈ ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കെ കണ്ടേ ചോദിക്കുക, ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നുണ്ടോ. ചില ആൾക്കാർ ചെയ്യുന്നുണ്ടാവില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ് ദർസുകളിൽ പഠിക്കുക. ഇപ്പോൾ ചില ആൾക്കാർ ഖുർആൻ പഠിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഞാനൊരു കൈയാണെങ്കിൽ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റാതെ അടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയും, മോനെ ഞാൻ എനിക്ക് വേറെ ഒന്നും പറഞ്ഞിരുന്നില്ല, എനിക്ക് വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്കൊന്നും പറഞ്ഞുതരാൻ കഴിയില്ല, എന്ത് കാര്യത്തിനും നമുക്ക് ഉറപ്പുവരാൻ കഴിയില്ല. പക്ഷെ ഇത് ഈ ഇങ്ങനെ തന്നെ കൊണ്ടുപോയാൽ ഈ ഒരു പേടിയും പേടിക്കണ്ട. നമ്മളെ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുറുകെ പിടിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾക്ക് ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം. ഞാൻ ഇങ്ങനെ വണ്ടിമോ പോകുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞെടുക്കാം. നമുക്ക് ഉറപ്പായിട്ട് വേറെ ഒന്നും പറയാൻ കഴിയില്ല. ഇത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഇമാം ഷാഫി റഹിമഹുല്ലാന്റെ ദർസിനെ കുറിച്ച് പറയുമ്പോൾ ബുഖാരി ഇമാമിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം. അതായത് ഉസ്താദ് ഒരു ആയത്ത് ഓതി കൊടുത്താൽ, ദർസിലൊരു ആയത്ത് ഓതി കൊടുത്താൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഇമാം ബുഖാരി ഉണ്ടാവും ഒറ്റവട്ടം കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു. അതുകൊണ്ട് അതായത് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഇതിന്റെ കൂടെ തൊട്ടടുത്തിരുന്ന് മുമ്പേ ഹാഫിളായ ഒരു വ്യക്തിയാണ്, പേര് പറയുന്നില്ല, ഭയങ്കരമായിട്ട് നല്ല ഓർമ്മയുള്ള ആളാണ്. അപ്പം ഞാൻ ഓനോട് ചോദിച്ചു എങ്ങനെ ഒരു 5 6 അന്നോൻ ഹാഫിളാണ്, വേറെ കാര്യം 5 തന്നെ ഹാഫിളാണ്. അപ്പോൾ ഓനോട് ഞാൻ ചോദിച്ചപ്പോൾ ഓൻ്റെ ഒരു മെത്തേഡ് എനിക്ക് പറഞ്ഞു തന്നു. ഓന് 20 വട്ടം 10 വട്ടം ആദ്യം നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് ഓതും. അതിന് ശേഷം ഒരായത്താണെങ്കിൽ ആയത്ത് ഓതി നോക്കും. അപ്പോൾ ഇങ്ങനെ പറയാണ് ആ ആയത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, ഓട്ടോമാറ്റിക്കലി വരും. ഞാനത് ഫോളോ ചെയ്ത് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റണില്ല. ഞാൻ 20 വട്ടം നോക്കി ഓതിയിട്ടും അതായത് ആയത്ത് അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഓരോരുത്തരുടെ മെത്തേഡാണ്. ഒരു സാധനം കിട്ടി, അതായത് എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്തിരുന്ന ആ സാധനം. ഇപ്പോൾ രാത്രി നമ്മൾ രാത്രി കിടക്കാൻ നേരം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ഒരു പേജാണ് ഇപ്പോൾ നമ്മൾ പഠിക്കണം വിചാരിച്ചത്, ഹിഫ്ള് പഠിക്കണമെന്ന്. രാത്രി കിടക്കാൻ നേരം ഒരു 10 20 30 കഴിയുന്നത്ര അതിനേശം വേറൊരു പരിപാടി പാടില്ല. കിടക്കണതിന് മുമ്പ് ലാസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, നോക്കിയിട്ട് ഓതാന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം നോക്കിയിട്ട് ഓതാണ്. കാരണം നമ്മളെല്ലാ സെൻസുകളും വെച്ചിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ
മറ്റേത് എന്താ ഹിയറിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു ഖിറാത്ത് കേൾക്കുകയാണെങ്കിൽ ഹിയറിംഗ് ആണ്. ഇത് വിഷ്വലാണ്. നമുക്ക് ഒരു ആയത്ത് എവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരേ ഖുറാനിൽ തന്നെ പഠിക്കണം എന്നൊക്കെ പറയുന്നതിന് അപ്പോൾ നമ്മൾ രാത്രി 10, 20, 30 നമുക്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇപ്പോൾ ഈ 3x3, 4x4 എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം അതാ, ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. അത് അങ്ങനെ ഓതിയിട്ട് കിടക്കുക. ബാക്കി നമ്മൾ രാവിലെ നീക്കുമ്പോൾ മെൻ്റലി ഫ്രഷ് ആയിരിക്കും. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത എഫേർട്ടൊന്നും എടുക്കണ്ടായിരിക്കും. 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ നമ്മളെ ഓതിയൊരു പേജ് നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. അതൊരു നല്ല ടെക്നിക്കാണ് എനിക്ക് ഫീൽ. എനിക്ക് ഇന്നെ അഫക്റ്റ് ചെയ്ത നല്ലൊരു ടെക്നിക്ക്, അതായത് നമ്മൾ ഇഫ് അടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റർ വെക്കുക ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട്. അതായത് അത് വിഷയം ആണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ വിഷയം ആ ഒരു സ്പീഡിൽ ഒരു മത്സര ബുദ്ധി അങ്ങനെ വരുമ്പോൾ എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതായത് കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാക്കേണ്ടിട്ട് എൻ്റെ ഒപ്പം ചേർന്ന് തന്നെ ഒരു പഠിക്കുന്ന നോക്കുക. അതായത് അല്ല ഒരു പാർട്ട്ണർ വെക്കുക. ഇതിപ്പോ കുട്ടികളാവട്ടെ അഡൾട്ട് ആവട്ടെ ആർക്കായാലും ഇത് ഉപയോഗിക്കാവുന്ന. കാരണം എന്താ, ഇവര് ഒരു പാർട്ട്ണർ വെച്ചാൽ ഓൻ കൂടുതൽ പഠിക്കണം, ഓനെക്കാട്ടിയും പഠിക്കും. ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പഠിക്കുന്ന ഇത് ശരിക്കും എഫക്റ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ ഇങ്ങനെ ഒരുത്തനെ കോമ്പറ്റീഷൻ ചെയ്തിട്ടാണ് ഞാൻ ഹാഫിളായത്. അത് മാത്രമല്ല പിന്നെ ഉസ്താദിൻ്റെ അടി പേടിച്ചു. അല്ല എനിക്ക് തോന്നിയ സാറ് അപ്പാ പറഞ്ഞത് തന്നെ ഞാൻ കുറേ മെത്തേഡൊക്കെ അടിച്ചു ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ നമുക്കൊരു ഫ്ലോ കിട്ടാന്നുള്ളതാണ് എനിക്കങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ പേഴ്സണലി അതായത് പുതിയ പാഠം പഠിക്കുമ്പോൾ അതിനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നാം ദിവസം എന്തൊക്കെ എടുക്കാറുണ്ടാവും. പക്ഷെ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ഒരു ഫ്ലോയിൽ കയറും നമ്മൾ. അതാണ് ഈ ഹിഫ്ള് സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത. കുട്ടികൾ എന്തെങ്കിലും ഫ്ലോയിലേക്ക് കയറും. ആ ഫ്ലോയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വളരെ സുഖമാണ്. പിന്നെ നമ്മൾ എഫേർട്ട് എടുക്കണം. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ പഠിച്ചുകൊണ്ട് പോകും. എനിക്ക് അങ്ങനെ തോന്നാം. ഞാൻ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്ത് എന്നോട് വന്നിട്ട് ഒരു ഹാഫിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് കണ്ണൂർ, അതായത് നമ്മൾ പഠിച്ചിട്ട് കഷ്ടപ്പെടുകയല്ല, നമുക്ക് മനസ്സിൽ വിഷമമുണ്ട് സ്ഥാപനത്തിൽ, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ പഠിക്കാത്തതിന് പേരിൽ മാത്രമല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ അത്ര സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അതായത് ഒരു 5 ദിവസം കഴിഞ്ഞാൽ, അതായത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളൊക്കെ വൊക്കാബുലറൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറും. അർത്ഥമല്ല, ആ വാക്കുകൾ റിപ്പീറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ കൺസിസ്റ്റൻസി അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ ഞാനൊക്കെ ഇഫ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കാൽ പേജ് പോലും ഇല്ലായിരുന്നു. 4 ദിവസത്തിലാണ് ഒരു പേജ് പഠിച്ചിരുന്നത്. ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ മത്സരം ഒരു ദിവസം 4 പേജ് 5 പേജ്, ഒരു ദിവസം അര ജ്യൂസ് വരെ പഠിച്ച. കൺസിസ്റ്റൻസി പറയുമ്പോൾ നമ്മൾ ഇഫ് സ്ഥാപനത്തിലാകുമ്പോൾ അവിടെ കൺസിസ്റ്റൻസി ആയിപ്പോവും. അങ്ങനത്തെ പഠിപ്പിക്കാം. ഇത് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ആളുകൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഏത് ശരിയാണ്, ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ്. അല്ലെ ഇൽമു ഫിസ്ഗരി കന്നക്ഷിഫിൽ ഹജരി, കല്ലുമ്മല് കുത്തി വെക്കുന്ന പോലെയാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 5 എന്ത് പഠിച്ചാലും സ്വഭാവമൊക്കെ എല്ലാം അങ്ങനത്തെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ മക്കളെ ഇപ്പോ ഞാൻ 5ാം ക്ലാസ്സിലെ പോകുന്നു. അയ്യോ ഞാനും 6, 7 നമ്മളൊക്കെ ആ പ്രായത്തിലായിരിക്കും പോയിണ്ടാവും. ഏകദേശം എല്ലാ ഇഫ്ലു സ്ഥാപനങ്ങളും അതിന്റെ മുമ്പും ഒക്കെ അഡ്മിഷൻസ്. ഓർമ്മശക്തി അപ്പോഴാണ് പലരും പറയുന്നത്. ശരിക്കും അതല്ല അന്ന് നമ്മക്ക് അതാണ് എനിക്ക്. അതായത് കുറെ പേര് ചോദിക്കും, എനിക്ക് ആ പ്രായത്തിൽ എനിക്കോ എന്റെ വാപ്പാക്കോ നല്ല ബുദ്ധി തോന്നിയില്ല, എനിക്കിപ്പോ ഞാൻ ഇഫ്ലു പഠിക്കാം. അപ്പൊ അതൊരു ന്യായം പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ ഇവർക്ക് കൊടുക്കണം എന്നുള്ള തോന്നുന്നു. സ്വഭാക്കളുടെ ഭൂരിഭാഗം ആളുകളും എപ്പോഴാണ് ഇഫ്ലു പഠിക്കുന്നത്. അത്രേ ഉള്ളൂ ഇതില്. ഇപ്പോൾ ഒരാൾക്ക് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു റുട്ടീൻ ഉണ്ടാക്കാം. അതിനനുസരിച്ച് ഇപ്പോൾ ഒരാൾ ജോലി തിരക്കുള്ള മനുഷ്യനാന്ന് വിചാരിക്കാം, ആൾക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തൊരു സാധനം ഇങ്ങനെ കണ്ടി 30 ഭയങ്കര ഒരു മാസം സബ്സ്ക്രിപ്ഷൻ എടുത്ത് എല്ലാത്തിനും പറ്റും. അതായത് എന്താ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആപ്പാണ്. പക്ഷെ ഇങ്ങനെ ഖുറാൻ പഠിക്കണം എന്ന് പൂതിയുണ്ട്, പക്ഷെ ഖുറാൻ പഠിക്കാനുള്ള അവസരമല്ല. അല്ലെങ്കിൽ എനിക്കൊരു കമ്പാനി അല്ല, എനിക്ക് ഓദിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉസ്താദില്ല. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെങ്കിൽ AI ബേസ്ഡ് ആപ്പാണ്. അതിൽ നമ്മളിങ്ങനെ ഓതി കൊടുക്കുമ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ അതിൽ അലാറം ഇത് വരും. ഇങ്ങനെ എവിടെയൊക്കെ തെറ്റുകൾ എപ്പോഴും സാധാരണ ഓതുമ്പോൾ എവിടെയൊക്കെ തെറ്റ്, അതായത് റിപ്പീറ്റഡ് മിസ്റ്റേക്സ് എവിടെയാണ്, എല്ലാ സിസ്റ്റം അതിലുണ്ട്. നമുക്ക് ആലോചിച്ച് നോക്കുക, എല്ലാത്തിനും സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ഈ ന്യായം പറയുന്നതിൽ അർത്ഥമല്ല. അതിൽ സുഖമായിട്ട് ദൗറ ചെയ്യാനുള്ള പരിപാടികളുണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ബേസിക്കലി പറയാം ഫൈൻഡ് സീനിയേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ കൂടെ ഒരു കമ്പനി ഇപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ഇങ്ങനെ കൊടുത്ത ഓർമ്മ ഈ സുബാക് ടെക്നിക്ക് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. ഈ സൊമാലിയൻസ് ഉപയോഗിക്കുന്ന
അല്ല ഈ സൊമാലിയയില് അവിടെ നമ്മളിപ്പോ ആഫ്രിക്കൻ രാജ്യത്ത് ചെന്നാല് മൊറിറ്റേനിയ രാജ്യങ്ങൾ ആ, കേന്ദ്രം ഹിഫ്ള് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതൊന്നും അല്ലല്ലോ. ഒരാ വട്ടത്തിൽ തോന്നുന്ന റീൽ ആളാണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വട്ടത്തിൽ അതായത് യമന്, അതേപോലെ തന്നെ മോറിത്തേനിയ, മൊറിറ്റേനിയ ഫുൾ. അപ്പൊ ഇതില് സൊമാലിയയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സുബാക്ക് അറിയുന്നത്. സുബാക്ക് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ, ഇപ്പൊ മിനിമം 2 ആൾ വേണം. ഇപ്പൊ നമ്മൾ 4 ആളാണെങ്കിൽ നമ്മൾ 4 ആൾ വട്ടത്തിലിരിക്കാം, എന്നിട്ടൊരു പോർഷൻ പ്രത്യേക പോർഷൻ. ഇപ്പോൾ ഇഫ് ആഫിൾ ആയോരോ അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിച്ചവർക്കൊക്കെയാണ് നടക്കുക. ഇപ്പോൾ നമ്മൾ ആഫ്ലിങ്ങളാണ്, നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ എന്നിട്ട് ലാസ്റ്റ് 25 അഹ്കാഫ് മുതൽ നാസ് വരെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അഹ്കാഫ് മുതൽ ഹാമി ഓതി തുടങ്ങുന്നത്. ഇപ്പം ഞാൻ തുടങ്ങി അടുത്ത ആയത്തി അങ്ങനെ ഓതി ലാസ്റ്റ് വരെ നമ്മൾ ഓതും. അപ്പം നമ്മളെല്ലാവരും എല്ലാ ആയത്ത് കേട്ട് എല്ലാവരും കോൺസെൻട്രേഷനിൽ ഇരിക്കും ചെയ്യും. തെറ്റിയാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റും. എന്നാൽ 4 പേരും എന്ത് ചെയ്ത് 5 ദിവസം ദൗറ ചെയ്ത് കഴിച്ചു. ഇത് എത്തേടെ യൂസ് ചെയ്യുന്നേ കസാം ബ്രിഗേഡ്സ് ഉണ്ടല്ലോ, ഹമാസിന്റെ ആർമി വിങ്. മഹ്മൂദ് അൽ ഹസനാത്ത് പറഞ്ഞ സാധനം മസ്ജിദ് തഖ്വ എന്നൊരു പള്ളി പലസ്തീനിലെ എല്ലാ റമദാനിലും അൽ ഖസാം ബ്രിഗേഡ്സ് മൊത്തം പള്ളിക്ക് വരും. എല്ലാ കസാമികളും ഹാഫിദീങ്ങളാണ്. എന്നിട്ട് എല്ലാ കസാമികളും എല്ലാരും 20% ആൾക്കാരാ. ഇവര് പള്ളിക്ക് വന്നിട്ട് തുടങ്ങും, ദൗറ ചെയ്യും. ഒരാൾ തുടങ്ങും, തുടങ്ങിയിട്ട് ഈ പറഞ്ഞ മെത്തേഡിൽ ഇങ്ങനെ ഒരു ഹത്തം പൂർത്തിയാക്കും. എന്നിട്ട് ഈ കഥ പറയുന്നതെന്ന് വെച്ചാൽ വേറെ സംഭവമാണ്. ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ ഇത് ഇസ്രായേലി ടീമിൽ ഈ ഇങ്ങനെ ബ്രിഗേഡ്സ് ഇത് വന്നിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇവരെന്ത് ഇസ്രായേൽ പിടിക്കാൻ വരുമ്പോൾ ഉടനെ തന്നെ അവിടുത്തെ ഗദ്ദത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ട് ബ്രിഗേഡ്സിന് ഫർദ കൊടുക്കും. നിക്കാബുള്ള എല്ലാ പെണ്ണുങ്ങളും അവിടെ നിന്ന് രക്ഷപ്പെടും. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാണ്, പെണ്ണുങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ ഇവര് ബ്രിഗേഡ്സിന് ഫർദർ. ഇതാണ് ശരിക്കും കഥ. അപ്പൊ കഥ ഇസ്രായേലിന് പിടിക്കേണ്ട സംഭവം ഇതാണ്. ഇവരെന്ത് കസാമികൾ വന്നിട്ട് ദൗറ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡിലാണ് അവർ ചെയ്യുന്നത്. ദൗറ എല്ലാവരും വന്നിട്ട് ഏത് അബൂബിനെയും നിങ്ങള് ഹിഫ്ലു പഠിച്ചപ്പോ എങ്ങനെയാണ്, എവിടുന്നാണ് ആദ്യം തുടങ്ങിയത്? അതെന്താ വെച്ചാല് അവിടെ ഞാൻ പഠിച്ച അവസരത്തിൽ അതൊരു ക്യാമ്പ് ഉണ്ടാവും. അപ്പൊ പഠിച്ചിട്ടുണ്ട്, പഠിച്ചില്ലേ? ഇല്ല, ക്യാമ്പിന് എന്ത് ചെയ്യും, ഓത്ത് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്ത് ആദ്യത്തെ ഭാഗം പഠിച്ച് അലിഫ്ലാം പഠിച്ച്. അങ്ങനെ ഇവിടെ സ്ഥാപനത്തിൽ കണ്ട പുസ്തകിച്ച് മുമ്പ് പഠിച്ചതിന് ശേഷം പഠിച്ചാണ്. എന്നാ ആ ജ്യൂസ് പൂർത്തിയാക്കിയിട്ട് അമ്മയ്ക്ക് പോയാൽ അലിഫ്ലാം ജ്യൂസ് പൂർത്തിയാക്കി വിജയ് ഇടുന്ന തുടങ്ങി. ഞാൻ തുടങ്ങി വെച്ചാൽ അവിടെ ഇതേമാതിരി ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഡേ സ്കോളറായിട്ടാണ് ആഫിൾ ആയത്. വീട്ടിൽ പോയി വന്നിട്ടാണ് അടുത്തന്നെ വീടിന്റെ അടുത്തന്നെ. വീടിൻ്റെ അടുത്തൊന്നുമില്ല, പോയി വരുന്നതല്ലേ, അതന്നെയാണോ പറയുന്നത്? പോയി വരുന്നത് അരമണിക്കൂർ ഓട്ടമുണ്ട്. താന്നൂരും തിരൂരും. എൻ്റെ വീട് തിരൂര്, താന്നൂരാണ് സ്ഥാപനം. എന്നെ ഈ ക്യാമ്പിൽ ഫജ്ർ തൊട്ട് നാസ് വരെ പഠിപ്പിച്ച് തീർക്കും. എനിക്കന്ന് ഓതാ അറിയില്ല. അത് പക്കാ വീണേറിയുന്ന ഞാൻ വാപ്പ കൊണ്ടുപോയിട്ടാണ്. എനിക്ക് താല്പര്യമൊന്നുമില്ലേ കാരണം കാര്യമോ. അങ്ങനെ ക്യാമ്പിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇഷ്ടം ആദ്യം പറയട്ടെ, എല്ലാവർക്കും പറയണ്ടാവും കഥ. ക്യാമ്പിന് ഞാൻ പോയില്ല. നമുക്ക് വെക്കേഷൻ ആകുമ്പോൾ ഗൾഫ് പോകണ ഒരു ശീലം ഉണ്ടായിരുന്നു വാപ്പാൻ്റെ അടുത്തേക്ക്. ക്യാമ്പിന് പോകാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ക്യാമ്പിന് പോയി വന്നപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ കയറാൻ. ഉസ്താദിൻ്റെ പേര് ഷുഹൈബ് ഉസ്താദാണ്. ഇത് ഉണ്ടാക്കി ചെക്ക് ചെയ്തോളി. അന്ന് ഈ മറ്റേ വീഡിയോ അന്ന് ക്ലാസ്സിൽ കയറിയപ്പോൾ ക്യാമ്പിന് വന്ന കുട്ടികളൊക്കെ ഫജ്റൊട്ട് നാസിരെ പഠിച്ച്. ഇവരെ അമ്മ നാസിയാത്ത് അബസ ഇങ്ങനെ ഓതുക. അത് ഞാൻ മാത്രം ഫജ്ർ. അത് ഫജ്ർ കണ്ടിട്ട് പോലും എനിക്ക് ഓതാൻ പറ്റുന്നില്ല. അവിടുന്നാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ അന്ന് ഞാൻ നിർത്താൻ പോയ സമയം ഒരു അനുഭവമായിട്ടാണ് പറയുന്നത്. അന്ന് ഞാൻ ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞ അന്ന് ഞാൻ നിർത്താൻ പോയി. അവരൊക്കെ കുറേ പഠിക്കുന്നത് നിർത്താൻ നാസിയാത്ത് അവർക്ക് ഏതൊക്കെ സൂറത്തുകളെത്തി. ഞാനാണെങ്കിൽ ബിഗിനർ. ഉസ്താദ് എല്ലാവരും ഓത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കും. ഇന്ന ഉസ്താദ് ഒറ്റയ്ക്ക് വിളിച്ചാണ്ട് ഇങ്ങനെ വരല് ചോദിപ്പിക്കുകയാണ്. ബിഗിനറാണ് നിർത്താണ്. അങ്ങനെ ഉമ്മ ഒന്ന് കുറേ പറഞ്ഞു നിർത്തല്ലേ, കുറച്ചും കൂടി പോയോ. അന്ന് ഇങ്ങനെ ഞാൻ വാശി പഠിച്ച്. അങ്ങനെ ഡേ സ്കോളേഴ്സ് ഒരു ബീജം വിട്ട് പണി ഇറക്കണേ. അന്ന് ഞാൻ വാശിക്ക് പഠിച്ച് ഫജ്ർ തൊട്ട് നാസ് അമ്മ തൊട്ട് ഫജ്ർ ഒരു ജ്യൂസ് അര ജ്യൂസ്. പിന്നെയാണ് നമുക്ക് എതിക്ക് പോവാ തബാറക്ക് ജ്യൂസ് പോവാ. പിന്നെ ഹാമിയ. അങ്ങനെയാണ് ഞാൻ ചോദിക്കാറേ. എന്താ നമ്മളൊക്കെ ഏകദേശം ഞാനൊക്കെ അഹ്കാഫിന്ന് തുടങ്ങി. അതായത് 25-25ാമത്തെ ദിവസത്തിൽ അതായത് ചെറിയ സൂറത്തുകളും ചില ആയത്തുകളൊക്കെ ഉള്ള ഭാഗമുണ്ട്. അത് പഠിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഏകദേശം എല്ലാവരും ഞാൻ ഇപ്പൊ ഈ ഓട്ടോമൻ എംപയറുള്ള കാലത്ത്
അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഭയങ്കര രസമാണ്. ഞങ്ങൾ അതായത് ആദ്യം ഒരേതാ പഠിപ്പിക്കുക അറിയോ? ഇപ്പോൾ 1ാമത്തെ ജുസയിലെ 20ാമത്തെ പേജ്, അതായത് വക്കാലു കൂനു ഊതനൗന സാറാത്തത് ഫസ്റ്റ് പേജ് അതാ പഠിപ്പിക്കുക. ആദ്യത്തെ ദിവസം അതാ പഠിപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടോ ഏത് ഭാഗം പയപാടം ജ്യൂസ് പാടൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സേക്കൂലു, അതായത് 2ാമത്തെ ജുസയിലെ ലാസ്റ്റ് പേജ് ആ പേജ് ചോദിക്കും. 3ാമത്തെ ദിവസം 3ാമത്തെ ജുസയിലെ 20ാമത്തെ പേജ് ആ ജുസയിലെ ലാസ്റ്റ് പേജ്. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ഒരു 30 പേജ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ 30 പേജ് എവിടെ? 30 ജുസയിലാണ്. പിറ്റത്തെ ആ കഴിഞ്ഞിട്ടുള്ള ദിവസം ഒരു പഠിക്കുക ആദ്യത്തെ ജുസയിലെ 18ാമത്തെ പേജ് ആയിരിക്കും. 19 19ാമത്തെ പേജ് പഠിക്കുക. പക്ഷെ ഒരു ഉസ്താദിന് ഓതി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? 19ഉം 20 ഓതി കൊടുക്കും. അതായത് ഞാൻ ഇന്നലെ പഠിച്ചതും കഴിഞ്ഞ മാസം പഠിച്ചതും ഉസ്താദിന് ഒപ്പം ഓതി കൊടുക്കണം. അതേപോലെ എന്ത് ചെയ്യും? ഒരു മാസം കൂടി റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു 60 പേജ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഓരോ ജുസയിലെ 2 പേജ് വീതം പഠിക്കാം. അങ്ങനെ ഓരോന്ത് ചെയ്യും? ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഉസ്താൻ ഇങ്ങനെ, ഇപ്പോൾ ഞാനിപ്പോൾ 5ാമത്തെ റൗണ്ട് എത്തിയായിരിക്കാം. അപ്പോൾ 5ാമത്തെ റൗണ്ടിൽ ഞാൻ 5 മാസം മുമ്പ് പഠിച്ച മുതലുള്ള ഓരോ മാസം പഠിച്ച ഓരോ പേജ് വീതം ഓതി കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യും? ഓരോ റൗണ്ട് കഴിഞ്ഞ് ഫുള്ള് 20 റൗണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ ജ്യൂസ്, 2ാമത്തെ ജ്യൂസ്, 3ാമത്തെ ജ്യൂസ് എല്ലാ ജ്യൂസും ഒരു പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ ഒരു ടെക്നിക്കാ പറയും. എനിക്ക് കേൾക്കുമ്പോൾ ഇടങ്ങേറോ. നമുക്ക് കേൾക്കുമ്പോൾ എടുക്കാറുണ്ട്. പക്ഷെ ഇതിലെ മെയിൻ കീ എന്താ വെച്ചാൽ റിപ്പീറ്റേഷനാണ്. ഇങ്ങനെ പിന്നെയും അതിൽ ഇവർ പറയുന്നുണ്ട് ഇവരുടെ റിപ്പീറ്റേഷൻ അങ്ങനല്ല, ഈ ഓർഡർ എത്തിക്കുക എന്ന് പറയുന്നത് മൈൻഡിൽ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്ലോയിൽ വിടാതെ എവിടുന്ന് ചോദിച്ചാലും, ഇപ്പോൾ ഇവരോട് ചോദിക്കും, അതായത് ഈ പേജിലെ ലാസ്റ്റ് ആയത് ആ പേജിൽ നിന്ന് മോൾക്ക് ഓതാൻ പറയും, ആ പേജിൽ നിന്ന് ലാസ്റ്റ് ഓതാൻ പറയും. ഈ ഫുൾ കോമ്പറ്റീഷനൊക്കെ ലാസ്റ്റ് വിന്നേഴ്സിനെ കിട്ടേണ്ടിട്ട് തിരിച്ചു കോദിക്കാൻ പറയാം. അപ്പൊ ഇങ്ങനെ പല സെൻസിലുള്ള സാധനങ്ങൾ സെൻസിബിലിറ്റി ഉണ്ടാവുക. ഞാൻ പറയുന്നത് ഇപ്പോൾ ഭാഷ ഒരു പ്രശ്നമല്ല ഒരു സെൻസിൽ പറഞ്ഞാൽ. കേരളത്തിൽ എത്ര അതായത് ഇങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്, ഖുർആൻ ഒരിക്കലും നശിക്കൂല, വേറെ ഏത് കിതാബും ഇങ്ങനെ ആളും പഠിക്കുന്നില്ല. ഇനിയിപ്പോൾ ലോകത്തുള്ള എല്ലാ ഖുർആനും കൊണ്ടുവന്നിട്ടാലും കത്തിച്ചാലും ഖുർആനുള്ളിലുണ്ട് ആൾക്കാരുള്ളിൽ ഒരു മാറ്റവും ഇല്ലാതെ. ഇപ്പോൾ ഒരു ചെറിയ വില്ലേജിലെ ആൾക്കാർക്ക് എണ്ണി പറഞ്ഞാൽ പോലും ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇത് ഇതിൻ്റെ ഇന്നെ ഇഫുത് പഠിപ്പിക്കാൻ അങ്ങനെ മോട്ടറാക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥ ക്ഷേപിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ എന്താണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ അമേരിക്കക്കാർ അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ആലോചിച്ച് നോക്കി. ഖുറാൻ മൊത്തം കത്തിച്ചളയാ, ഖുറാൻ എല്ലാം കത്തിച്ചളയാ. ശരി ഒന്ന് ആലോചിച്ച് നോക്കി, എന്റെ മനസ്സിന്ന് കത്തിച്ചളയാൻ പറ്റുമെന്ന്. ഇത് അപ്പൊ ഞാൻ ഖുറാൻ അടുത്ത ദിവസം ഇങ്ങനെ എഴുതി തുടങ്ങിയ നമ്മള് അലിഫ് ലാം മീം. ഇങ്ങനെ ഈ ഇൽമിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ലൈസ ബിൽ ഇൽമി മാ എന്താ മാ ഹവൽ ഖിമത്രി മല്ല ഇൽമു മാ ഹവാ ഉസ്സദറു. ഹൃദയത്തിലുള്ളതാണ് എൽമി. കൊള്ളക്കാരൻ്റെ അതുണ്ടല്ലോ, ഏതാ ഷാഫി ഇമാമിനോ ഗസാലി പല രീതിയിൽ പറയുന്നു. ഇപ്പോ ഒരു അന്തലൂസിന്റെ ഒരു കഥ ഉണ്ട്. അന്തലൂസിൽ ഒരു പണ്ഡിതൻ ഇങ്ങനെ ത്വാലിബുൽ ഇൽമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി, ഫുൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഖൈറുവാൻ തുനീഷ്യയിലേക്ക് പോയി, അവിടുന്ന് ഈജിപ്തിൽ പോയി, അവിടുന്ന് മദീനയിൽ പോയി, അവിടുന്ന് മക്കയ്ക്ക് പോയി, അവിടുന്ന് ഇറാഖിലേക്ക് പോയി, ഷാമിലേക്ക് പോയി. അങ്ങനെ കാലങ്ങളോളം ഇമാം മാലിക്കിനെ കണ്ടു. പലയിടത്തും സഞ്ചരിച്ച് പല ഇമാമാരുടെ അടുത്ത് നിന്ന് ഇൽമ നേടി ഒരവസാനം കാലങ്ങൾക്ക് ശേഷം തിരിച്ച് അന്തലൂസിലേക്ക് പോവാണ്. അപ്പോൾ അന്തലൂസിലേക്ക് പോകുമ്പോൾ മൂപ്പരുടെ അടുത്ത് കുറേ കെട്ട് കണക്കിന് ലൈബ്രറി കണക്കിന് കിതാബുകളുണ്ട്. അപ്പോൾ അതേറ്റാണ് മൂപ്പര് മെഡിറ്ററേനിയൻ സീയിലൂടെ ഇങ്ങനെ അന്തലൂസിലേക്കാണ് പോകുന്നത്. അപ്പോൾ തുതുമീർ ഉള്ള സ്ഥലത്തെത്തിയപ്പോൾ എന്ത് ചെയ്ത്, കപ്പൽ ആടിയുലഞ്ഞ് അത് കൊണ്ടുപോയി ആകെ സീനായി. അങ്ങനെ കപ്പൽ ഇടിഞ്ഞു. എന്തോ ഭാഗ്യത്തിന് മൂപ്പര് രക്ഷപ്പെട്ടു. പക്ഷെ മൂപ്പരെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ നഷ്ടമായി. അപ്പോൾ മൂപ്പര് അന്തലൂസിലെത്തിയപ്പോൾ രാജാവും എല്ലാവരും മൂപ്പരെ ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ നിങ്ങളെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, മുക്കാളൊക്കെ നഷ്ടമായെങ്കിലും. മുക്കാളെന്ന് പറഞ്ഞാൽ എന്താ, കാലങ്ങളോളം മൂപ്പര് അധ്വാനിച്ച് പഠിച്ചുണ്ടാക്കി കിതാബുകളാണ്. ആ കിതാബുകളൊക്കെ പോയി. അപ്പോൾ സമാധാനപ്പെടുത്തി, നിങ്ങൾ ഉഷാറാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ എല്ലാവരോടും നീച്ചു നിന്നിട്ട് ഇയാളിങ്ങനെ പറയും, ഇത് പുസ്തകങ്ങളാണ്, പുസ്തകങ്ങളൊക്കെ പോയി, പക്ഷെ ആ പുസ്തകങ്ങളിലല്ല ഇൽമ്, എൻ്റെ സ്വതറിൻ്റെ ഉള്ളിലുള്ളതാണ് ഇൽമു. നിങ്ങൾക്ക് മാഷ മനുഷ്യ,
നിങ്ങൾക്ക് ആരാണോ എന്താണോ ചോദിക്കേണ്ടി അതെല്ലാം ചോദിച്ചോളി. ഒക്കെ ഇവിടെ ഭയങ്കര കാര്യമാണ്, അതായത് പോയിന്റാണ്. അതായത് ഞാൻ പേഴ്സണലി ചോദിക്കുന്നുണ്ട്, നമുക്കിപ്പോൾ ഒരു സാധനം നഷ്ടപ്പെട്ടു. 2 ദിവസം മുമ്പ് എൻ്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മളെ വേറെ പോലെ വള്ളി നേരം മാറിക്കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ഓക്കെ അതുപോട്ടെ ഞാൻ ഒരു പോക്കറ്റിൽ നിന്ന് ഒരു 3000 റുപ്യ പോയി. ഇപ്പം നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും? 3000 റുപ്യ ചെറിയ സംഖ്യയാണ് വെച്ചാൽ, അല്ല 3000 റുപ്യ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യ, വലിയ സംഖ്യകളുള്ള സമയത്ത് ചെറിയ സംഖ്യയാണ്. അപ്പോൾ 3000 റുപ്യ നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യൻ എത്ര ടെൻഷൻ അടിക്കും? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ചു? നമ്മൾ പഠിച്ച ഖുർആൻ മറന്നു പോകുന്നതിൻ്റെ, ഒരായത്ത് മറന്നു പോകുന്നതിൻ്റെ, ഒരു സൂറത്ത് ഒരായത്ത് ഓതുമ്പോൾ അത് കറക്റ്റായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഓതാൻ പറ്റുന്നില്ല. ഞാൻ റമദാനിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു നസീഹത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ എന്നെ മനസ്സിലുണ്ട്, പറയണമെന്ന് വിചാരിച്ചില്ലായിരുന്നു, പക്ഷെ പറഞ്ഞു. അന്ന് മുഴുവൻ എൻ്റെ ചിന്തയിൽ അതാണ്. ഒരു ഇൽമ കിട്ടി, പ്രത്യേകിച്ച് ഖുർആൻ അത് കിട്ടി, അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എത്ര നമ്മൾ ടെൻഷൻ അടിച്ചാണ്, അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എത്ര നമ്മൾ ആലോചിച്ചാണ്. അപ്പോൾ ഒരു പണ്ഡിതൻ ഉദാഹരണത്തിൽ പറയുന്നത് മൂപ്പരെ കാറാണ്. ഇവരൊരു കാറ് നഷ്ടപ്പെടുകയും അയാൾ ആ കാർ അന്വേഷിച്ച് പോയി അതിന് കൺവെയർ ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. 3000 രൂപ പോട്ടെ, 1000 പോട്ടെ, എന്ത് പോയാലും നമുക്ക് എത്ര വാല്യൂ. അതായത് നമ്മളാ ഖുറാൻ നമ്മൾ ഇപ്പൊ ഖുറാൻ പഠിച്ചവരുടെ നമ്മൾ ഓഡിയൻസിൽ ഇപ്പോൾ ഇപ്പൊ നമ്മളെ അവസ്ഥ ആലോചിച്ചു. ഇപ്പോൾ ഖുറാൻ പഠിച്ചവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മറന്നോണ ഇഷ്യൂണ്. ഇപ്പോൾ സാധാരണ പറയുന്നുണ്ട്, ഇപ്പോൾ മെമ്മറൈസേഷൻ വിൽ സ്റ്റാർട്ട് വെൻ യു ഫിനിഷ്. നമ്മൾ ഇഫ്ള് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാലാണ് ശരിക്കുള്ള പണി തുടങ്ങുക. പുതിയൊരു സാധനം പഠിക്കാനല്ല റിസ്ക്. ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുക, 3 പാഠങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, പുതിയ പാഠം, ജുസ് പാഠം, പഴയപാഠം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും റിസ്ക് ഉള്ളത് ഏതാ? പഴയപാഠം, ജുസ് പാഠം. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഇടയിൽ ഒരു മറന്നുവന്ന ഗ്യാപ്പ് ഉണ്ട്. ബാക്കി പഴയപാഠത്തിൻ്റെ പണി എന്താ വെച്ചാൽ ജസ്റ്റ് തൊട്ട് നനക്കുന്ന ഒരു പരിപാടിയാണ്. ആ തൊട്ട് നനക്കണ പരിപാടി ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോയി, സാധനം കയ്യിൽ നിന്ന് പോയി. ഇത് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വളരെ ക്രീമായിട്ടുള്ളൊരു സമയം വീട്ടിൽ നിന്നൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ട് തൻ്റെ അടിയും വാങ്ങി ഹോസ്റ്റലിലെ മൂട്ടക്കടി ആയിട്ടിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഞാൻ ഇന്നോട് കൂടിയായിട്ടാ ഒക്കെ സ്വന്തത്തിനോടാ ഇതൊക്കെ ഏറ്റിട്ട് നമ്മൾ സാധനം ഇഫ് പഠിക്കുന്നു. എന്നിട്ടെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് സാധനം ഇപ്പം കയ്യിൽ നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. അതിൻ്റെ ഒരു വല്ലാത്തൊരു ഇടങ്ങാറാലോചിച്ച് ഭയങ്കര ഇടങ്ങാറാണല്ലോ അത്. അത് എന്നോട് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടോ, നമുക്ക് ഭയങ്കര ഒരു ഒരു മൊമെന്റിൽ നമുക്ക് ഇതിങ്ങനെ തോന്നും. അതായത് ഭയങ്കര സത്യം പറഞ്ഞാൽ വലിയ മൊമെന്റാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഒരുപാട് ആൾക്കാരെ കെട്ടിപ്പിടിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്നിട്ട് കെട്ടിപ്പിടിക്കുമോ എന്ന് പറഞ്ഞു. സംഭവം ഇനിയാണുള്ളത്, തുടങ്ങാൻ പോകണുള്ളൂ. അപ്പം ഈ ചെയ്ത് കഴിഞ്ഞത് ഒന്നുമല്ല, ഇനിയാണുള്ള പണിയൊക്കെ വരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കാതെ പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിന് മൊത്തം ഞാനിപ്പോഴതാ. അതായത് ഈ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. കൃത്യം ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഒരു ഇഫ്ള് കോമ്പറ്റീഷൻ ഇറക്കുകയാണ്. അപ്പോൾ തെബിനിക്ക് സ്ഥാപനത്തേക്ക് ക്ഷണിക്കാൻ വരികയാണ്, നിങ്ങൾ വരാൻ പറഞ്ഞിട്ട്. അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മൂപ്പര് മൈക്കെടുത്ത് തുടങ്ങി. അതായത് അവർക്ക് ഖുറാൻ പഠിച്ചു തരാല്ലേ. പക്ഷേ നമുക്കൊരു കഥ പറഞ്ഞുതരാം. 2 കോൺട്രാക്ടറെ കഥ. 2 കോൺട്രാക്ടർ ഒരാൾ ഹയർ ചെയ്ത്, എന്നിട്ട് അയാൾ ഗൾഫിൽ പോയി. എന്ത് പറഞ്ഞിട്ട്, ഞാൻ ഗൾഫ് ഒരു 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു വീട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് 2 കോൺട്രാക്ടർക്കും കോൺട്രാക്ട് കൊടുത്ത്. അങ്ങനെ ഇത്ര എമൗണ്ടും കൊടുത്ത്. അതായത് 2ആൾക്കും ഒരു എമൗണ്ടാണ് കൊടുത്തത്. 10 ലക്ഷം 2ആൾക്കും കൊടുത്തെന്ന് വിചാരിച്ചാൽ അതിൽ ആദ്യത്തെ ആൾ എന്താണ് ഈ 3 ലക്ഷം കൊണ്ട് പണി തീർത്ത്. രണ്ടാമത്തെ ആളോ 2ആൾക്കും പണി കൊടുത്ത് 2 വീട്. ആദ്യത്തെ ആളോട് പറഞ്ഞ് 10 ലക്ഷം കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ പോയി വരുമ്പോഴത്തേന് വീടുണ്ടാക്കണമെന്ന്. ആദ്യത്തെ ആൾ ഉണ്ടാക്കിയത് എങ്ങനെ? വളരെ ഭയങ്കര ചീപ്പ് സാധനങ്ങളും ചീപ്പ് സിമെൻറ്റും തീരെ ഉറപ്പില്ലാത്ത മതിലും അതും ഇതും ഇവിടുന്നൊക്കെ ലോക്കൽ സാധനങ്ങൾ ഒപ്പിച്ചിട്ടൊക്കെ നൈസ് പുറം നിട്ട് ഇതാക്കി. രണ്ടാമത്തെ ആൾ എന്താക്കി, വൃത്തിക്ക് ചെയ്ത് ആ 9 ലക്ഷം 9 ലക്ഷം കൊണ്ട് എന്താക്കി ആ വീട് കറക്റ്റ് നല്ല സാധനങ്ങൾ ഇവിടുന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത്. ശരിക്കും മൂപ്പര് ഉദ്ദേശിച്ചത് എന്താണ്? പുറത്ത് നമ്മൾ ആപ്പിളായി ഇറങ്ങാൻ. ഈ 2 കോൺട്രാക്ടറും നമ്മളാണ്. പുറത്ത് ഭയങ്കര ഭംഗിയിലൊക്കെ ഉണ്ട് ആദ്യത്തെ വീട്. പറഞ്ഞാലും നമ്മൾ ആഫിള എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഖുറാൻ പഠിച്ചിട്ടുണ്ട് പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കി ഇത്ര ഇത് എപ്പോ എന്തില്ലാന്ന് ചിന്തിക്കുമ്പോഴും നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നിയമത്ത് നമ്മൾ ചെയ്തുകൊണ്ടല്ല, നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തിട്ട് നമ്മളെ ആ സ്ഥാപനത്തിൽ ചേർത്തി അല്ലെങ്കിൽ ഇസുഖ പഠിക്കാൻ
തിരഞ്ഞെടുത്തു. അതിനെക്കാട്ടും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അതാണ്. ആലോചിച്ച് നോക്കി, എന്നാൽ ഇതില്ലായിരുന്നെങ്കിൽ ഇനി എവിടെ എന്തായിരുന്നു നിങ്ങളെ ചിന്തകൾ? ടേണിംഗ് പോയിന്റ് നമ്മുടെ തെറ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് തിരിയണമെങ്കിൽ ഇതന്നെ ആണ്. തിരിയണമെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്, നമുക്ക് നമ്മളെ മക്കൾക്ക് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അതിന് പഠിപ്പിക്കാനൊക്കെ നമുക്ക് ബോധ്യമാണെങ്കിൽ നമുക്കറിയണ്ടേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഖുർആൻ പഠിച്ച ഒരാൾക്ക് നമ്മക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് അല്ലെങ്കിൽ ഞമ്മക്കന്നെ എന്താണ് നിങ്ങളുടെ ഒരു സജഷൻ? ഞാൻ പഠിച്ചാക്കുന്നില്ല. ഇപ്പൊ സുഫാ ലാസ്റ്റർ ഒരു പോയിന്റ് ഒക്കെ മോഡൻസ് ഒക്കെ ഉണ്ട്. അത് വലുതായി മക്കളുണ്ടാവുക, മക്കൾക്ക് നിങ്ങൾ മരിച്ചു അതിന് വലിയ അനുഭവം ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ മരിച്ചിട്ട് സാധാരണ യാസീൻ ഓതുക. അപ്പൊ മക്കൾക്ക് യാസീൻ ഒന്നും അറിയില്ല. പോട്ടെ, മയ്യത്ത് നമസ്കരിക്കുന്നത് ഒരു മോനാണ്. മോന് ഖുർആൻ അറിയില്ല, തജ്വീദ് അറിയില്ല, ഇഖ്ലാബ് ഇഖ്ഫ ഒന്നും അറിയില്ല എന്നുള്ളത് പോട്ടെ, ഖുർആൻ ഓതാൻ അറിയില്ല. അറിയില്ല. പിന്നെ എത്ര കാലം ചെയ്ത് തന്നാലും ഈ നമസ്കാരമല്ലേ മെയിൻ. ഈ മയ്യത്ത് നിസ്കാരത്തിൽ ഈ മോനല്ലേ പോയല്ലേ. അപ്പൊ ഈ മോനെ ഓതാതെ ഓൻ നിസ്കരിക്കാൻ സുഖമാണ്, കയ്യോ ചൊല്ലിയാൽ മതി. പക്ഷെ അവിടെ ഓതണ്ടേ? ഞാൻ ചോദിക്കണേ അതല്ല, നിങ്ങളെന്താ ചെയ്യാ? ഇപ്പൊ നമ്മൾ ഇവള് പഠിച്ചു കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ 1 or 2 ജുസ് പഠിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ഓർമ്മയിലില്ല എന്നുള്ള. 1 or 2 മാസം ഓനെ അത് ഓതിയില്ലെങ്കിൽ അത് ഒരു ABCD ഓനക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ പുതിയ പാഠം പഠിച്ച പോലെ തന്നെ പഠിച്ചെടുക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള ടെക്നിക്സ് എന്താണ്? ഇപ്പൊ ഞാൻ എനിക്കിങ്ങനെ തോന്നിയ സാധനം, മിനിമം ഒരാള് ഖുർആൻ പഠിച്ച ഒരാള് ഒരു ദിവസം 3 ജുസ് മിനിമം ഓതിയിരിക്കണം. അതിപ്പോ രാവിലെ ആവട്ടെ, അതിനൊരു പണിയില്ല. പഠിച്ച ആൾക്കാർക്കാണ് ഒരു പണിയില്ല. 3 ജുസ് ഓതാൻ 1 മണിക്കൂർ പോലും അതിന് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ആ 1 മണിക്കൂർ നമ്മളെ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം നിർബന്ധമായിട്ടും ഉണ്ടാക്കണം എന്നുള്ള, അതായത് പ്രയോറിറ്റി ഖുർആനായിരിക്കണം. ഇപ്പോ ജോലി തിരക്കുകളുണ്ടാവും, കുടുംബം ഉണ്ടാവും, എല്ലാ തിരക്കുകളുണ്ടാവും. ഇതിന്റെ ഇടയിൽ ഖുർആന് വേണ്ടിയിട്ട് ഈ സമയം ഇതെന്തോ ഒരു സെക്കൻഡറി ആവരുത്. ഇന്നിപ്പോ ഭയങ്കര തിരക്കാണ്, അപ്പൊ ഇന്ന് വേണ്ട, ഖുർആൻ വേണ്ട. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്നാ പറയാം. ഇപ്പോൾ കുറേ തിരക്കുകളുണ്ട് വിചാരിക്കുക, കുറേ പ്രയാസങ്ങളുണ്ട്. അപ്പൊ 3 ജുസ് ആക്കണ്ട, അന്നോ 1 or 2 ആക്കി കുറക്കാം. ഞാൻ 3 എന്ന് പറയുന്നത് ഏറ്റവും മിനിമം. പഠിച്ചൊരു 35-45 മിനിറ്റ് ഒരു ദിവസം ഖുർആൻ വരും. ഇത് എന്ത് തിരക്കുള്ള ആളാണെങ്കിലും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടോ? അതായത് സാധാരണക്കാർക്ക് എന്താ കുറച്ച് ഓതുകയാണെങ്കിലും അതന്നെ ഞാൻ പറയാം, സമയം വെച്ചിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഒരാൾക്ക് കൂടുതലായിട്ട് പഠിക്കണം വിചാരിക്കാം, ഒരാൾക്ക് ഹിഫ്ള് പഠിക്കണം. അപ്പൊ നമ്മൾ 35-40 കണക്ക് പറഞ്ഞു വിചാരിച്ചു. ഒരാൾക്ക് ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു പേജ് പഠിക്കാൻ പറ്റുമെന്ന് വരും. ചിലപ്പോൾ ഒരാൾക്ക് 1 മണിക്കൂർ ഇരുന്നാലും 2 വരിയെ പഠിക്കാൻ പറ്റും. ഓരോരുത്തർക്ക് പഠിച്ചോനെ ഹൃദയത്തിന് വിശ്വാസം. ഇപ്പൊ ഞാൻ സാധാരണ എന്താ വെച്ചാൽ ഒരു ദിവസം എന്റെ ഒരു ദിവസം ഒരു സൂറത്താണ്. അപ്പൊ എന്റെ എന്താണ് സമയം? ഇപ്പൊ ഞാൻ പറയുന്നത് അത് പോരാന്ന്. ഒരു ദിവസം 3 ജുസ് ഓതി കഴിഞ്ഞാല് ഓന് 1 മാസം ആകുമ്പോ ഒരു ഖത്ത് തീർക്കുള്ളൂ. 1 മാസം ആകുമ്പോ ഒറ്റ ഖത്തം. ഒരു ദിവസം 3 ഒരു ദിവസം ഒരു മാസം ആകുമ്പോ 3 ഖത്തേ തീരുള്ളൂ. ഈ ആൾക്കാർ പറയുന്നത് അത്രയും പറ്റൂല, ഇനിയും കുറയണമെന്നാ പറയുന്നത്. 3 ദിവസത്തില് ഖത്തം തീർക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ 10 ദിവസം എന്ന് പറയുമ്പോഴും ഇപ്പോ നമ്മള് കൺസിസ്റ്റന്റ്ലി 10, ഞാൻ ഇപ്പൊ നോക്കിയിട്ട് എനിക്ക് ഇടക്കൊക്കെ ഞാൻ ഉടായി പഠിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, 10 ഉള്ളത് 14 ഇന്ത്യ ഒരു ആവറേജ് പറഞ്ഞാൽ 13-14 ദിവസമാണ് ഇപ്പൊ ഒരു ഖത്തം തീരുന്ന ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോ ഒരു മാസത്തിൽ ആവറേജ് 2 ഖത്തം. എന്നാലും പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല, നമുക്ക് പലതും തീരെ കിട്ടാത്ത പോലെ. ഞാൻ പറയാം ബേസിക്കലി നമുക്ക് ഒരു ദിവസം 3 ദിവസം എന്തായാലും ഓതാൻ കഴിഞ്ഞാൽ കുറച്ചേനൊക്കെ സമാധാനം. അഡ്രസ് ചെയ്യുന്ന ഹാപ്പിമാരാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് ഇങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ പഠിക്കണം എന്ന് ഇസ്ലാമിൽ, അതായത് പറ്റുന്ന ആളുകൾ പറ്റുന്ന, അതായത് ഏറ്റവും കുറച്ചാണെങ്കിൽ ഒരാൾക്ക് സൂറത്ത് ളുഹയും നാസുമാണ് അറിയുന്നതെങ്കിൽ ഇത് പാരായണം ചെയ്തിട്ട് ആ ലെവലിൽ മെച്ചപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ ഇതിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. സയ്യിദുൽ കമാൽ കേൾക്കുന്നുണ്ടാവും യൂട്യൂബിൽ. ഈ താലിബുൽ ഇൽമിന് ഓരോ സദസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാവും, പഠിക്കുന്ന കുട്ടികൾ. പ്രത്യേകിച്ച് ഒരു ഹിഫ്ളിന്റെ ഒരു സദസ്സിന് മുമ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവരിങ്ങനെ സവിശേഷമായിട്ട് പറയാണ്, നിങ്ങൾ ഈ ഖുർആന് എന്ത് വില കൊടുത്ത് നിങ്ങൾ പിടിക്കുക. ഖുർആന്റെ വിദ്യാർത്ഥികളായതുകൊണ്ടാണ് പറയുന്നത് മൂപ്പര്. എന്നിട്ട് മൂപ്പര് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മുറുകെ പിടിക്കണമെന്ന് വെച്ചാൽ, ശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വനസ്സൽനാ അലൈക്കൽ കിതാബ ലികുല്ലി ഷൈഇൻ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ. ഇത് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് വഹുദൻ വറഹ്മത്തൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. അപ്പൊ എന്താ ഈ ആയത്തിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പല ആളുകൾക്കുള്ള സങ്കടമായിരിക്കും. ഖുർആൻ പഠിച്ചു, അപ്പം എൻ്റെ സഹോദരൻ വേറെ ഏതെങ്കിലും ഫീൽഡിലാണ് പോയത്, എൻ്റെ മറ്റ് കുടുംബക്കാരൊക്കെ വേറെ പല രീതിയിലും മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള പല ആളുകൾക്കുള്ള സങ്കടമായിരിക്കും, എനിക്കിത് വിധ രീതിയിൽ എത്താൻ പറ്റുന്നില്ല, ലോക വിവരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങളുണ്ടാകും.
ഇതൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് ഇയാളൊരു ഉത്തരം കൊടുക്കുക. പഠിച്ചവനെ ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കണം എന്താ വെച്ചാൽ, ഖുർആൻ പഠിച്ച ഒരാൾക്ക് റഹ്മത്ത്, ഇതൊക്കെ ബുഷ്റ, ഇതൊക്കെ വളരെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഓൾറെഡി കൊടുത്തു. എന്നിട്ട് ഓൻ പറയാണ് എന്താണ് ഞാൻ നിങ്ങൾ ചെയ്യത്, എനിക്കൊരു വഴിയില്ല, എന്നോട്ട് ഇതൊക്കെ കിട്ടിയിട്ടുള്ള മനുഷ്യനാണ് പറയുന്നത്, അതും ഫ്രീ. എന്നിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഖുർആൻ പഠിച്ച വ്യക്തിയാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മളെന്ത് ചെയ്യാണ്, ആവശ്യമുള്ളടത്തൊക്കെ ഓതുന്നു, ഇമാമുക്കും ഓതുന്നു. ഇതിൻ്റെ ഒന്നും മഹാത്മ്യം അറിയുന്നില്ല. പഠിച്ചോൺ ഇതിങ്ങനെ ഇട്ട് തന്നതാണ് വെറുതെ. ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു ട്വീറ്റ് ഇങ്ങനെ കണ്ടിരുന്നു. അതായത് ഇപ്പൊ ഖുറാൻ കുറച്ചേലൊക്കെ ജീവിതത്തിൽ പഠിച്ചവരായിരിക്കും ഭൂരിഭാഗം. ഇപ്പൊ മദ്രസയിലാണെങ്കിലും ഒരു അമ്മ ജുസയിൽ പഠിച്ച് അതും മറന്നു പോയിട്ടുണ്ടോ, ഉറപ്പാണ്, നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ടോ. അപ്പോൾ എന്താ ഒരു ട്വീറ്റിൽ ഇങ്ങനെ ഉണ്ട്, ഖുറാൻ മറക്കാന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്, അതൊരു ഞാമത്താ പഠിച്ചോന്. അപ്പോൾ ഞമ്മക്ക് മറക്കുമ്പോൾ ഒരു പേടിയും റിഗ്രറ്റ് ഒക്കെ ഉണ്ടല്ലോ, അല്ലാ ഞാൻ ഈ ഭാഗമൊക്കെ മറന്നുവല്ലോ. ഖുറാൻ മറന്നു പോകുമ്പോൾ നമ്മൾ റിഗ്രറ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ ഓതുക പറയുമ്പോൾ എന്താ, ഖുറാനായിട്ട് ഓതുന്നതിനനുസരിച്ച് നമുക്ക് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കാനായിട്ട് അടുത്തോണ്ടിരിക്കും. ഖുറാൻ മറന്നു പോവുക എന്ന് പറയുന്ന ആ ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതും നമ്മൾ വീണ്ടും വീണ്ടും ഖുറാൻ ഓതാന്ന് പറയുന്നു പഠിച്ചോരൊരു നിയമത്താണ്. തീരെ ഇല്ലാതെ എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇസ്ലാമിന്റെ പ്രശ്നം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഖുറാൻ ഇല്ലെങ്കിൽ അറിയുന്നുണ്ടല്ലോ, അത് തകർന്നെടുക്കുന്ന വീട് പോലെ ശരിക്കും. അതായത് തകർന്നെടുക്കുന്ന വീടോ അങ്ങനെ വൃത്തിയില്ലാത്ത ഒരു സ്ഥലം ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ പ്രശ്നമായിരിക്കും. അപ്പൊ ഖുറാൻ ഇല്ലാത്തൊരു ഹൃദയം എങ്ങനെയാണെന്ന് പറയുന്നത്. പിന്നെ മെത്തേഡിന്റെ അപ്പുറത്തെ ഒരു മോട്ടിവേഷൻ, ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ എനിക്കുള്ളൊരു മോട്ടിവേഷൻ മെത്തേഡിന്റെ അപ്പുറത്ത് ഒരു ഹദീസ് അടുത്ത പ്രിൻസിപ്പൾ പറഞ്ഞ ഹദീസാണ്. ആഫലീങ്ങളായി തീർന്നാൽ നാളെ പരലോകത്തെ ഉമ്മാക്കും ഉപ്പാക്കും സൂര്യനേക്കാൾ കണക്കുള്ള കീടം വെക്കുന്ന ഒരു ഹദീസ്. അപ്പോൾ ഈ ഹദീസ് കേട്ട ശേഷം എനിക്കിപ്പോൾ ദുനിയാവിൽ എന്താ ചെയ്തെടുക്കാൻ ഒരു ഐഡിയ ഇല്ല. അപ്പോ നമ്മൾ ആലോചിച്ചൊരു കാര്യമില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്, എത്തൂല, ഒന്നും ചെയ്യും. ഇപ്പോൾ ഓലാണെന്ന് വെച്ചാൽ എനിക്ക് ദുനിയാവിൽ ഓൾക്ക് എന്താണ് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നത് അപ്പുറത്ത് എനിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ചെയ്തതിന് പിന്നെ എനിക്ക് എന്താ ചെയ്തെടുക്കാൻ പറ്റുക, ആഖിറത്തിൽ ഓൾക്ക് എന്താ ചെയ്യുക, ആ കീടം അതും അള്ളാഹിനെ മുമ്പിൽ വെച്ചിട്ട് എന്താ കിരീടം സാക്ഷികളാക്കിയിട്ട് സൂര്യനേക്കാൾ തിളക്കള കിരീടം. അത് ഓരോരുത്തർ പറയണതും ഭയങ്കര രസമാണ്. ഓരോരുത്തർക്ക് ഇതിപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു, ഒരാൾക്ക് അത് വേണമെങ്കിൽ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത് പറയാം. അത് പരലോകത്തെ രംഗാണ്. മാതാപിതാക്കൾ എല്ലാവരും ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ മാതാപിതാക്കൾ ഇങ്ങനെ സുഖകരമായിട്ട് ഇങ്ങനെ അത് കാരണം അങ്ങനെ പോവാണ്. അപ്പൊ അപ്പ അമ്മ കിട്ടും സേഫ് ആക്കിക്കണ് പോരി, സേഫ് ആക്കിക്കണ്. അപ്പ അമ്മ കിട്ടുന്നത് ഇത് പഠിച്ചിട്ട് തന്നെ. അതായത് നമ്മളെത്രയും പറയുമ്പോൾ നമ്മളെ ഹാഫിളുമാരാണ്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചറിയാം സംഭവം. പക്ഷെ ഈ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഉമ്മമാരും ഉപ്പമാരും ഒക്കെ, ഇവരൊക്കെ ഭയങ്കര പൂജിച്ച് നടക്കണം, എനിക്ക് ഹാഫിളാവാൻ പറ്റും, എനിക്ക് ഹാഫിൾ. ഞാനൊരു സ്ഥലത്ത് 80-ാം വയസ്സിൽ ഹാഫിളായവരാണ്. 80-ാം വയസ്സിൽ ഖുറാൻ പഠിച്ച് 82-ാം വയസ്സിൽ ഹാഫിളായാണ്. ഈ ഡോക്ടർ ഹൈഫ യൂനിസ് ഞാൻ ജന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച് ജന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ഈ ഡോക്ടർ ഹൈഫ യൂനിസ് ജന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച് അവിടെ 72 വയസ്സുള്ള ആൾക്കാർ ഹാഫിളാണ്, 72-60 വയസ്സുള്ളവരെ ഹാഫിളുള്ളൂ. വയസ്സ് ഈസ് നോട്ട് എ മാറ്റർ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന സാധനം. അതായത് ഡോക്ടർ ഹൈഫ യൂനിസ് ഒരു പോഡ്കാസ്റ്റിൽ ഒരു സ്ത്രീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതായത് എൻ്റെ 2 മക്കളെ ഞാൻ ഹാഫിളാക്കി, പക്ഷേ എനിക്ക് ഹാഫിളാക്കാൻ പറ്റുമോ, ഞാൻ കുറേ ശ്രമിച്ചിരുന്നു. വൈഫ യൂനിസ് ശ്രമിച്ചിരുന്നു, അവിടെ തന്നെ എന്തോ ഒരു പ്രശ്നമില്ലേ, ഞാൻ ശ്രമിച്ചിട്ടില്ല, പിന്നെ അതിന് നിന്നിട്ടില്ല. അത് ഈ വലിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനം ഹൈഫ യൂനിസ് സൂറ ഇസ്രായിനെ ബന്ധപ്പെടുത്തി പറയേണ്ടത്. അതായത് സൂറ ഇസ്രായേൽ ഇങ്ങനെയുണ്ട്, ഒമൻ അറാദൽ ആഖിറത വസാലഹ സഅയഹ വഹുവ മുഅ്മിനും ഫൗലൈക കാന സഅയുഹും മഷ്കൂറ. അതായത് ആര് പരലോകം ആഗ്രഹിച്ച് പണിയെടുത്തോ, വസാലഹ സഅയ ഹാർഡ് വർക്ക് ചെയ്ത, വഹുവ മുഅ്മിനും മുഅ്മിനായിരിക്കെ അവന് പരലോകത്തിന് വേണ്ടി പണിയെടുത്തോ, ഫൗലൈക കാന സഅയുഹും മഷ്കൂറ, അള്ളാഹ് കാണാതെ പോകില്ല, അവിടുന്ന് പ്രതിഫലിക്കുമായിരിക്കുന്ന. ഇത് ഖുറാനെ ബന്ധപ്പെടുത്തിയിട്ട് പറയാം. ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടി എന്താ, ഇത് നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം. എന്നിട്ട് വസാലഹ സഅയഹ വഹുവ മുഅ്മിനും, എന്നിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, രണ്ടാമത് ഇതിനു വേണ്ടി പണിയെടുക്കണം എന്നാണ് പറയുന്നത്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അവസ്ഥയും സാഹചര്യം ഒന്നുമല്ല, ഒന്നും നിങ്ങൾ ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, പിന്നെ അള്ളാഹ് നമ്മളെന്നെ തോന്നുന്നില്ലേ. നമ്മളിപ്പോ നമ്മളെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചാല് നമുക്കൊരു ബോധ്യം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എവിടെങ്കിലും മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സക്സസ് കിട്ടി, അത് വിട്ടെടുത്തോളം നമുക്ക് പരാജയങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് ഭയങ്കര നമുക്ക് സ്വന്തം പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമാണ്. നമ്മളും അത്ര പെർഫെക്റ്റ് അല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിന്റെ ഭാഗമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് നിർത്തമാണ് ഏകദേശം. ഖുറാൻ ഇനി ഇഷ്ടം പോലെ പറയാണ്ട് പറഞ്ഞാൽ തീരുവില്ല. നമുക്ക് ഇനി വേറെ ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിട്ട് തന്നെ ഇരിക്കാൻ തോന്നും.
ഒന്നേ പറയുള്ളൂ, ഒമൻ അറാദ ദുനിയ ഫഅലൈഹി ബിൽ ഖുർആൻ, ഒമൻ അറാദ ആഖിറ ഫഅലൈഹി ബിൽ ഖുർആൻ, ഒമൻ അറാദ ഉമമ ഫഅലൈഹി ബിൽ ഖുർആൻ. ഇൻഷാ അല്ലാഹ്. താഴെ ആളാണ്. ഞാൻ അങ്ങനെ